മുല്ലപ്പള്ളിക്കാവിലെ ആൽമരം, അതിൽ തറച്ചിരിക്കുന്ന ആണി. ഇന്നത് ഞാൻ ഊരിയെടുക്കും, ഭദ്രൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അവന്റെ കൈകൾ ആണിയുടെ അടുത്തേക്ക് ചെന്നു. വേഗം ഭദ്ര, വേഗം. മനസ്സിൽ ആരോ മന്ത്രിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവന്റെ തലച്ചോറ് വേണ്ട, അരുത് അരുത് എന്ന് മനസ്സിനെതിരായി പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. മോനെ ഭദ്ര, എണീക്ക്, സമയം എത്രയെന്നറിയുമോ? പോയി പല്ല് തേച്ചിട്ട് വാ, ചായ കുടിക്കാം. ഭദ്രന്റെ അമ്മയുടെ വിളി. താൻ കണ്ടതൊരു സ്വപ്നമായിരുന്നു എന്ന തിരിച്ചറിവ് വരാൻ അവന്റെ അമ്മയുടെ വിളി വേണ്ടി വന്നു. കുന്നേലശ്ശേരി തറവാട്ടിലെ രാജേന്ദ്രൻ കൈമളുടെയും ശാരദാദേവിയുടെയും ഏകപുത്രൻ ഭദ്രൻ, 18 വയസ്സ് തികയാറായ യുവാവ്. ഭദ്രനെ കഴിഞ്ഞ് 10-15 ദിവസമായി അലട്ടുന്ന ഏക പ്രശ്നമാണ് ഈ സ്വപ്നം. മുല്ലപ്പള്ളിക്കാവിലെ ആൽമരവും അതിലെ ആണിയും കുറച്ചായി അവൻ സ്വപ്നം കാണുന്നു. ഇന്ന് എന്തായാലും ഇതേപ്പറ്റി അമ്മയോട് സംസാരിക്കണം, അവൻ മനസ്സിലുറപ്പിച്ചു. ചൂട് പുട്ടിൽ പപ്പടവും ചേർത്ത് ചെറുപയറുമായി കുഴച്ച് ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിൽ അവൻ അമ്മയോട് ചോദിച്ചു, അമ്മ, ഈ മുല്ലപ്പള്ളിക്കാവ് എന്ന് മാത്രം കേട്ടപ്പോൾ തന്നെ ശാരദയുടെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് തറയിൽ വീണു. മിണ്ടാതെ കഴിച്ചിട്ട് എണീറ്റ് പോ ഭദ്ര എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രൻ പറയുന്നത് കേൾക്കാൻ കൂടെ കൂട്ടാക്കാതെ ശാരദ താഴെ വീണ ചായ ഗ്ലാസുമായി അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. മുല്ലപ്പള്ളിക്കാവ് എന്ന് കേട്ടപ്പോൾ അവന്റെ അമ്മയുടെ കണ്ണുകളിൽ അവൻ കണ്ട ഭീതിയുടെ നോട്ടം ഭദ്രനെ ചിന്താകുലനാക്കി. കുന്നേലശ്ശേരി തറവാടിന്റെ കുടുംബക്ഷേത്രമായ മുല്ലപ്പള്ളിക്കാവ് അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ശരിക്കും പറഞ്ഞാൽ ഭദ്രൻ ജനിച്ചതിന് മുമ്പ് അടച്ചതാണത്, ആ ചെറിയ ക്ഷേത്രവും കാവും ഒക്കെ. അതുകൊണ്ട് തന്നെ ഭദ്രൻ അവിടെ പോയിട്ടുമില്ല. പിന്നെ എന്തിനാണ് അമ്മ ശകാരിച്ചത്? എന്തുകൊണ്ടാവും ഞാൻ ഈ കാവും ആൽമരവും ഒക്കെ സ്വപ്നം കാണുന്നത്? ഒരു 100 ചോദ്യം ഭദ്രന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ശാരദ കൈമൾ അദ്ദേഹത്തോടായി പറഞ്ഞു. അതെ, പറ ശാരദേ, നീ എന്തിനാ വെപ്രാളപ്പെടുന്നത്? കൈമൾ ആകാംക്ഷയോടെ ശാരദയോട് ചോദിച്ചു. ഭദ്രൻ അവൻ മുല്ലപ്പള്ളിക്കാവിനെ പറ്റി എന്നോട് ഇപ്പോൾ ചോദിച്ചു. എന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞോ? അയാൾ അത്യന്തം ഭയത്തോടും ആകാംക്ഷയോടും ശാരദയോട് വീണ്ടും ചോദിച്ചു. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. അത് നന്നായി, ആശ്വാസം. രാജേന്ദ്ര കൈമൾ ചാരുകസേരയിലോട്ട് ചാരിയിരുന്നു, ചിന്തകളിൽ മുഴുങ്ങി. 3-4 മാസം മുമ്പ് വീട്ടിലെ പശുക്കൾ ഓരോ ദിവസവും ഒരസുഖവുമില്ലാണ്ട് ഒന്നായി ചത്തു വീണിരുന്നു. അന്ന് കൈമൾ നേരെ ഓടിയത് വാഗമറ്റത്ത് കത്തനാരുടെ അടുത്തേക്കായിരുന്നു. വാഗമറ്റത്ത് കത്തനാർ സർവ തേജസ്വിയായ ഒരു ക്രൈസ്തവ പുരോഹിതൻ, പ്രേതാത്മാക്കളെയും ദുഷ്ടശക്തികളെയും വരുതിക്ക് നിർത്താൻ കഴിവുള്ള ദിവ്യൻ. ദേവർതുരുത്ത് ഗ്രാമത്തിൽ ഇതുപോലെ എന്താവശ്യങ്ങൾക്കും ആളുകൾ ആദ്യം ചെല്ലുക കത്തനാർ അച്ഛൻ്റെ അടുത്തേക്കാണ്, അതേത് മതക്കാരനായാലും. വീട്ടിലെ പശുക്കളുടെ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ അല്പസമയം ധ്യാനിച്ചതിന് ശേഷം 4 കുരിശുരൂപം വീടിൻ്റെ 4 മൂലയിലായി വയ്ക്കാൻ കൈമളിന് കൊടുത്തു. എല്ലാം മാറും, ധൈര്യമായി പൊയ്ക്കോ. ഇറങ്ങാൻ തുടങ്ങുന്ന നേരം കത്തനാർ അച്ഛൻ കൈമളിനോട് ചോദിച്ചു, തനിക്കൊരു മകനുണ്ടല്ലേ? ഉണ്ടച്ചോ. കുട്ടിയെ ഒരു 3 മാസത്തേക്ക് നന്നായി ശ്രദ്ധിക്കുക. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങ് പോരെ. ഇത്രയും പറഞ്ഞ് അച്ഛൻ അകത്തേക്ക് കയറിപ്പോയി. കൈമൾക്ക് അച്ഛനോട് എന്തോ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അയാൾക്ക് അതിന് കഴിഞ്ഞില്ല. നേരെ വീട്ടിലേക്ക് പോയി. അച്ഛൻ തന്ന കുരിശ് വെച്ചതിന് ശേഷം പശുക്കൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി വരാനിരിക്കുന്നത് എന്തെങ്കിലും മനുഷ്യ സംഭവത്തിന് തുടക്കമായിരുന്നോ പശുക്കളുടെ മരണം? കത്തനാർ അച്ഛൻ എന്തുകൊണ്ടാണ് ഭദ്രനെ പറ്റി ചോദിച്ചത്? അവനെ സൂക്ഷിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ട്? ഭദ്രന്റെ തലക്കുറി എഴുതിയ കൃഷ്ണൻ പോറ്റി അന്ന് സൂചിപ്പിച്ചിരുന്നു 18-ാം വയസ്സിലൊരു വലിയ അപകടം അവനെ തേടി വരുമെന്ന്. അതിനെ അതിജീവിക്കണമെങ്കിൽ വലിയ പ്രാർത്ഥനകൾ തന്നെ വേണ്ടിവരുമെന്ന്. അന്ന് അദ്ദേഹം നിർദ്ദേശിച്ച് പൂജകൾ ചെയ്തതാണല്ലോ. പിന്നെ എന്താണ് ഇപ്പോൾ ഇങ്ങനൊരു തോന്നൽ? ചാരുകസേരയിൽ കിടന്ന് അയാളുടെ മനസ്സ് പിടഞ്ഞു. എല്ലാത്തിനും കാരണം ആ കാവാണ്, മുല്ലപ്പള്ളിക്കാവ്. എന്തായാലും നാളെ കത്തനാർ അച്ഛനെ ഒന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം, അയാൾ മനസ്സിൽ ഉറപ്പിച്ച് കണ്ണുകൾ അടച്ചു കിടന്നു. മുല്ലപ്പള്ളിക്കാവും ആൽമരവും അമ്മയുടെ ഭയത്തോടു കൂടിയുള്ള നോട്ടവും ഭദ്രനെ കൊണ്ടെത്തിച്ചത് അവൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അടുത്തേക്കായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് പപ്പൻ്റെ മകൻ വിനോദ്. 18 വയസ്സേ പ്രായമുള്ളെങ്കിലും വിനോദും അവൻ്റെ അച്ഛനെ പോലെ തന്നെ തികഞ്ഞൊരു കമ്മ്യൂണിസ്റ്റായിരുന്നു. ഭദ്രന്റെ സ്വപ്നവും അവൻ്റെ ആശങ്കയും ഒക്കെ കേട്ടതിന് ശേഷം അവൻ ഭദ്രനോടായി പറഞ്ഞു, നിനക്ക് ഭ്രാന്താണോ? ഒരു സ്വപ്നം, മണ്ണാങ്കട്ട. ഇതിപ്പോൾ നിനക്കറിയാം നിന്റെ കുടുംബക്ഷേത്രം മുല്ലപ്പള്ളിയിലുണ്ടെന്ന്. അത് കാണണം എന്നുള്ള നിന്റെ മനസ്സിൻ്റെ തോന്നലാണ് ഈ സ്വപ്നം കാണൽ. ഭദ്രൻ,
എടാ, നീ പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ എനിക്ക് എന്തോ പോലെ. നിനക്കവിടെ പോണോ? ഇപ്പം പോകാം. ഇവിടുന്ന് 3 ഫർലോങ് അകലേ ഉള്ളൂ. അവിടെ പോകുന്നു, ആൽമരം കാണുന്നു, ആണി ഉണ്ടെങ്കിൽ നമ്മൾ ഊരുന്നു. പിന്നെ സ്വപ്നം കാണില്ലല്ലോ. വിനോദ് പറഞ്ഞു നിർത്തി. എടാ, പക്ഷേ ഭദ്രൻ സംശയത്തോടെ വാക്കുകൾക്കായി പരതി. എടാ ഭദ്ര, തോൽക്കാനും തോറ്റുകൊടുക്കാനും മനസ്സില്ലാത്തവന്റെ നെറുകയിൽ ചുടുചോരയാൽ കാലം ചൂടിക്കൊടുത്ത ചുംബനമാണ് കമ്മ്യൂണിസം. ചെങ്കൊടിയും ചങ്കുറപ്പും ചങ്ങാത്തവും കൊണ്ട് ചന്തമേറിയവനാണ് സഖാവ്. ഒരു സഖാവാണ് ഞാൻ. വാ പോകാം. വിനോദിന്റെ വാക്കുകൾ ഭദ്രനിൽ ധൈര്യത്തിന്റെ വിത്തുകൾ പാകി. അവർ രണ്ടാളും കൂടെ സൈക്കിളിൽ മുല്ലപ്പള്ളിക്കാവ് ലക്ഷ്യമാക്കി നീങ്ങി. മുല്ലപ്പള്ളിക്കാവ് ദേവർതുരുത്ത് ഗ്രാമത്തിന്റെ അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ആൾ സഞ്ചാരമില്ലാത്ത പ്രദേശം. രണ്ടാളും അവിടെ എത്തിയപ്പോഴേക്കും ഉച്ചയായിരുന്നു. സുന്ദരമായ പച്ചപ്പും കാവിന്റെ വശ്യമനോഹാരിതയും ഭദ്രനെ ആകർഷിച്ചു. ഭദ്രനും വിനോദും കാവിലേക്ക് കടന്നപ്പോൾ തന്നെ പ്രകൃതിയിൽ മാറ്റങ്ങൾ ദൃശ്യമായി തുടങ്ങി. അതുവരെ സൂര്യഭഗവാൻ തന്റെ കിരണങ്ങളാൽ പ്രകൃതിയെ തഴുകിയിരുന്നെങ്കിൽ ഇപ്പോൾ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിയിരുന്നു. ഭദ്ര, വേഗം വാ, അതാ ആൽമരം. മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, വേഗം പോണം, വിനോദ് ഓർമ്മിപ്പിച്ചു. ഭദ്രൻ ആൽമരം ലക്ഷ്യമാക്കി നടന്നു. നല്ല വലുപ്പമുള്ള ഇരുമ്പാണി. താൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ അവിടെ അവൻ കണ്ടു. തലച്ചോറിന്റെ വേണ്ട എന്ന നിർദ്ദേശത്തെ അവഗണിച്ച് മനസ്സിന്റെ നിർദ്ദേശത്തെ സ്വീകരിച്ച് അത്യന്തം കൗതുകത്തോടെ അവൻ വളരെ ശ്രമപ്പെട്ട് ആൽമരത്തിൽ നിന്നും ആ ഇരുമ്പാണി പിഴുതുമാറ്റി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആകാശത്തിൽ നിന്നും വന്ന ശക്തമായ മിന്നലിലെ വൈദ്യുത പ്രവാഹം ഭദ്രന്റെ കയ്യിലിരുന്ന ഇരുമ്പാണിയിൽ കൊണ്ടു. അതിന്റെ ശക്തിയാൽ വിനോദും ഭദ്രനും തെറിച്ചുപോയി. ഭൂമി വിണ്ടു കീറി. ചീവീടുകൾ നിശബ്ദരായി. ബോധമറിയുമ്പോൾ ഭദ്രനും വിനോദിനും മുമ്പിൽ മുല്ലപ്പള്ളിക്കാവ് ഒരു തീവ്രഭാവത്തിൽ കലിതുള്ളി നിൽക്കുന്നതുപോലെ അവർക്ക് തോന്നി. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വിനോദ് പതിയെ കണ്ണുകൾ തുറന്നു. എന്താ സംഭവിച്ചെന്ന് ഓർത്തെടുക്കാൻ നോക്കിയപ്പോഴേക്കുമാണ് അവന് ഭദ്രന്റെ കാര്യം ഓർമ്മ വന്നത്. അവൻ ചാടി എഴുന്നേറ്റു. 1000 സൂചികൾ ശരീരത്തിൽ തറച്ചു കയറിയ വേദന കടിച്ചമർത്തിക്കൊണ്ട് അവൻ ഭദ്രനെ വിളിച്ചു. ഭദ്ര, ഭദ്ര. ഭദ്രനെ കാണുന്നില്ല. അവന്റെ മനസ്സൊന്ന് പേടിച്ചു. പക്ഷെ അവൻ അധികം അന്വേഷിക്കേണ്ടി വന്നില്ല. കാവിലെ ചെറിയ ക്ഷേത്രത്തിന്റെ പുറകുവശത്ത് ബോധരഹിതനായി കിടക്കുന്ന ഭദ്രനെ അവൻ കണ്ടെത്തി. അവൻ ഭദ്രനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ഭദ്ര, എണീക്കാൻ, എണീക്ക്. ഭദ്രൻ പതിയെ കണ്ണുകൾ തുറന്നു. വാ, വേഗം പോകാം, കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇരുട്ടാകും. വിനോദ് ഭദ്രനെയും കൊണ്ട് വേഗം കാവിൽ നിന്ന് പുറത്തിറങ്ങി. വളരെ വേഗം തന്നെ സൈക്കിളിൽ വിനോദ് ഭദ്രനെയും കൊണ്ട് പാഞ്ഞു. ഭദ്രന്റെ വീടിന് മുമ്പിലെ മതിൽപ്പടിയിൽ വാതിലിന് മുന്നിൽ സൈക്കിൾ നിർത്തി വിനോദ് ഭദ്രനോട് പറഞ്ഞു. കാവിൽ പോയതും ഇടിവെട്ടിയതും ഒന്നും ആരോട് പറയണ്ട. അവർ വെറുതെ പേടിക്കും. എന്നാൽ നാളെ കാണാം. ഭദ്രനോട് യാത്ര പറഞ്ഞ് വിനോദ് വീട്ടിലേക്ക് മടങ്ങി. സൈക്കിൾ മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ അവൻ ചിന്തിച്ചു. ശാസ്ത്രം എത്ര വികസിച്ചാലും നമ്മൾ എത്ര കമ്മ്യൂണിസം പറഞ്ഞാലും എല്ലാത്തിനും അതീതമായി കുറേ ശക്തികൾ ഉണ്ടായിരിക്കണം. ഭദ്രൻ വീടിന്റെ മതിൽക്കെട്ടിലെ ആ പഴയ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ത്രിസന്ധ്യ കഴിഞ്ഞിരുന്നു. ശാരദാമ്മ ഉമ്മറത്ത് വിളക്ക് വെച്ചിട്ടുണ്ട്. ഭദ്രന്റെ കാൽപാദങ്ങൾ ആ മണ്ണിൽ പതിഞ്ഞതും ശക്തമായ കാറ്റടിച്ചു. വിളക്കിന്റെ തിരിയണഞ്ഞു. ആകാശത്ത് നിന്ന് ശക്തമായ മിന്നൽ പിണർ കുന്നേലശ്ശേരി തറവാടിന്റെ വടക്കേ അറ്റത്തുള്ള കരിമ്പനയിൽ ഇടിച്ചിറങ്ങി. പന രണ്ടായി പിളർന്നു. തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കൾ പതിവില്ലാതെ ബഹളം വെച്ച് അവയുടെ കെട്ടുകൾ പൊട്ടിക്കാൻ നോക്കി. ഒരു നിമിഷത്തേക്കാണിത് സംഭവിച്ചതെങ്കിലും വീടിനുള്ളിലുള്ളവരെ ഈ സംഭവങ്ങൾ ഭീതിയിലാഴ്ത്തി. ശാരദാമ്മ ഓടി ഉമ്മറത്തേക്ക് വന്നു. അപ്പോൾ അതാ ഭദ്രൻ. ദേഷ്യത്തോടുകൂടി ശാരദ ചോദിച്ചു. എവിടെ പോയിരുന്നു ഭദ്ര? പ്രാതലിന് ശേഷം ഇറങ്ങിയതാ. ഇപ്പോൾ നീ കയറി വരണേ? അതും ഈ ഇടിയും മഴയും തുടങ്ങണ നേരത്ത്? വലുതായെന്ന് വെച്ചാ അമ്മ തല്ലില്ല എന്ന് വിചാരിക്കരുത്. വേഗം പോയി കുളിച്ചിട്ട് വാ. ഭദ്രൻ ഒന്നും മിണ്ടിയില്ല. നേരെ മുകളിലുള്ള അവന്റെ മുറിയിലേക്ക് പോയി. അവൻ കോണിപ്പടി കയറുന്ന സമയം നോക്കി ശാരദ പറഞ്ഞു. നന്ദ വന്നിട്ടുണ്ട് കേട്ടോ, അടുക്കളയിലുണ്ട്. നന്ദ, മുഴുവൻ പേര് ശ്രീനന്ദ, ഭദ്രന്റെ അമ്മാവന്റെ മകളാണ്. ഓർമ്മ വെച്ച കാലം മുതൽ നന്ദ ഭദ്രന്റെ സ്വന്തമാണ്. പക്ഷേ ഭദ്രൻ അത് ഗവനിച്ചില്ല. അവൻ മുറിയിലേക്ക് കയറിപ്പോയി. കൈമൾ ഇതെല്ലാം മുറിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഭദ്രന്റെ മൗനം അദ്ദേഹത്തെ ചിന്താകുലനാക്കി. ഭദ്രന്റെ വരവും നോക്കി നന്ദ കാത്തിരുന്നു. പക്ഷെ അവൻ വന്നില്ല. രാത്രി അത്താഴത്തിന് ശാരദ ഭദ്രനെ നിർബന്ധിച്ചുകൊണ്ടിരുത്തുകയാണ് ചെയ്തത്. കഴിച്ചുവെന്ന് വരുത്തി ആർക്കും മുഖം കൊടുക്കാതെ അവൻ വേഗം മടങ്ങി. നന്ദയോട് പോലും അവനൊന്നും പറഞ്ഞില്ല. ഈ ചെറുക്കൻ ഇതെന്തു പറ്റി? ശാരദ ചോദിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്, കൈമൾ മനസ്സിലുറപ്പിച്ചു. എല്ലാവരും ഉറങ്ങിയതിനു ശേഷം നന്ദ ഭദ്രനെ അന്വേഷിച്ച് അവന്റെ മുറിയിൽ പോയി. പക്ഷേ അവനെ അവിടെ എങ്ങും കണ്ടില്ല.
അപ്പോഴാണ് അവൾ അത് ശ്രദ്ധിച്ചത്. വടക്കേ മുറി തുറന്നു കിടക്കുന്നു. അത് തുറന്നു നോക്കിയ നന്ദ ഭദ്രനെ അവിടെ കണ്ടു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഭദ്രൻ. അവൾ അവനെ പുറകിൽ നിന്ന് കെട്ടിപ്പുണർന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇത്രയ്ക്ക് ദേഷ്യം പാടില്ല കേട്ടോ ഭദ്രേട്ടാ. ഞാൻ എത്ര വിഷമിച്ചു എന്നറിയാമോ? 2-3 ദിവസമായി വീട്ടിൽ പണിക്കാരുടെ തിരക്കായിരുന്നു. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ അമ്മയെ സഹായിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കാണാനും മിണ്ടാനും ഒക്കെ പറ്റാതിരുന്നത്. ഇപ്പോൾ ഞാൻ വന്നില്ലേ, പിണക്കമൊക്കെ തീർന്നു കാണുമല്ലോ. ഒന്ന് ക്ഷമിക്കും മാഷേ, ഇനി ആവർത്തിക്കില്ല. എൻ്റെ ഭദ്രേട്ടനല്ലേ. എനിക്ക് വേണ്ടി പുതിയ പാട്ടും കവിതയും ഒന്നും എഴുതിയില്ല? അവൾ ഭദ്രനോട് ചോദിച്ചു. ഭദ്രൻ ഒന്നും മിണ്ടിയില്ല. അതേ നിൽപ്പ് തന്നെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവൾ ഭദ്രനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാന ദിവസം കണ്ടപ്പോൾ ഭദ്രേട്ടൻ എനിക്ക് എഴുതി തന്ന ആ വരികൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. കാർത്തിക രാവതിൽ നിന്നെ ഞാൻ കണ്ട നേരം തുറന്നുവല്ലോ എൻ്റെ ഹൃദയത്തിൻ വാതിലുകൾ. ദേവകന്യകയായി പ്രണയത്തിൻ കാർത്തിക ദീപം എൻ മനസ്സിൽ തെളിയിച്ച പ്രണയപുഷ്പമേ, നിനക്കായി കാത്തിരിക്കുന്നു ഞാൻ. ഭദ്രൻ അപ്പോഴും അതേ നിസ്സംഗഭാവത്തിൽ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. നന്ദയ്ക്ക് ദേഷ്യം വന്നു. അവൾ അവനെ തോളിൽ പിടിച്ച് തിരിച്ചു നിർത്താൻ ശ്രമിച്ചു. ആ കാഴ്ച കണ്ട് നന്ദ ഞെട്ടി. തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഭദ്രന്റെ മുഖത്ത് ഭാവങ്ങൾ മാറിമറയുന്നു. നന്ദയേക്കാൾ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് ഭദ്രന്റെ മുഖത്ത് തെളിയുന്നു. അവൾ ഒച്ച വയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ ഭദ്രന്റെ ബലിഷ്ഠമായ കൈകൾ നന്ദയുടെ കഴുത്തിൽ പിടികൂടിയിരുന്നു. അവന്റെ നഖങ്ങൾ അവളുടെ കഴുത്തിലേക്ക് കുത്തിയിറങ്ങി. ചോര പൊടിഞ്ഞു. ഭദ്രൻ അവളെ കൈകൾ കൊണ്ട് ഉയർത്തി മുകളിൽ നിന്നും താഴേക്കെറിഞ്ഞു. നന്ദ ചെന്ന് വീണത് വീടിന്റെ വിറകുപുരയുടെ മുമ്പിലുള്ള കരിങ്കല്ലിൽ തലയിടിച്ചായിരുന്നു. ചോര വാർന്നൊഴുകി. അവൾ ജീവന് വേണ്ടി കിടന്നു പിടഞ്ഞു. പതിയെ നന്ദയുടെ കണ്ണുകൾ അടഞ്ഞു. പിറ്റേ ദിവസത്തെ പുലരി രാജേന്ദ്ര കൈമൾ ഉണർന്നത് ശാരദയുടെ നിലവിളി കേട്ടായിരുന്നു. കൈമൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറത്ത് ശബ്ദം കേട്ടിടത്തേക്ക് ഓടി. കൈമൾ അവിടെ കണ്ട കാഴ്ച അയാളുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു. അലമുറയിട്ട് കരയുന്ന ശാരദയുടെ അടുത്ത് ചലനമറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നന്ദയുടെ ശരീരം. ഈശ്വര, ഞാൻ എന്തായി കാണുന്നത്? അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദയുടെ ശരീരം തൻ്റെ മാറോട് ചേർത്തു. പെട്ടെന്നാണ് അയാൾക്കത് മനസ്സിലായത്. നന്ദയുടെ നാഡീമിടിപ്പ് ഇതുവരെ നിലച്ചിട്ടില്ല. അയാൾ ശാരദയോട് പറഞ്ഞു, വേഗം കുട്ടിയെ പിടിക്ക്, അകത്തേക്ക് കിടത്താം, ജീവനുണ്ട്. ഇത് കേട്ടതും ശാരദയുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു നാളമുദിച്ചു. അവർ നന്ദയെ വേഗം അകത്തുകൊണ്ട് കിടത്തി. കൈമൾ വേഗം അടുത്തുള്ള നാരായണൻ വൈദ്യരെ വിളിക്കാനോടി. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം വൈദ്യരുമായി വീട്ടിൽ തിരിച്ചെത്തി. പരിശോധനകൾക്ക് ശേഷം വൈദ്യർ പച്ചമരുന്നുകൾ അവളുടെ മുറിവിൽ തേച്ചു പിടിപ്പിച്ചു. എന്താ സംഭവിച്ചത്? വൈദ്യർ ചോദിച്ചു. അറിയില്ല വൈദ്യരെ, ഞാൻ രാവിലെ മുറ്റം അടിക്കാൻ തുടങ്ങിയപ്പോൾ മോള് ചോരയിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത്, ശാരദ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വൈദ്യർ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ പുറത്ത് അക്ഷമനായി കാത്തിരുന്ന രാജേന്ദ്ര കൈമൾ വൈദ്യരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ കുട്ടിക്ക്? ഒന്നും പറയാറായിട്ടില്ല. രക്തം നന്നായി പോയിരിക്കുന്നു. എന്തെങ്കിലും പറയണമെങ്കിൽ കുട്ടിക്ക് ആദ്യം ബോധം തിരിച്ചു വരണം. സർവേശ്വരനോട് പ്രാർത്ഥിക്കുക. ഒരാളെ വീട്ടിലേക്ക് വിടുക. ഞാൻ കുറച്ച് പച്ചമരുന്നുകൾ തരാം. അത് കുട്ടിയുടെ മുറിവിൽ 3 നേരം തേച്ചു പിടിപ്പിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചുണ്ടുകൾ നനച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണം. ഈ സമയത്ത് നന്ദയുടെ അച്ഛനും അമ്മയും സഹോദരനും കൈമൾ വിവരം അറിയിച്ചതിനനുസരിച്ച് അവിടെ എത്തിയിരുന്നു. ചേട്ടാ, എന്താ എൻ്റെ കുട്ടിക്ക് സംഭവിച്ചത്? നന്ദയുടെ പിതാവ് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അറിയില്ല. രാവിലെ കുട്ടിയെ ഞങ്ങൾ ഈ അവസ്ഥയിലാണ് കണ്ടത്. നന്ദയുടെ അമ്മയും സഹോദരനും കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. കൈമൾ നന്ദയുടെ അച്ഛനോട് പറഞ്ഞു, നീ അകത്തുപോയി മോളെ കാണൂ. ഞാൻ വൈദ്യരെ വീട്ടിൽ വിട്ടിട്ട് തിരിച്ചു വരാം. കൈമൾ വൈദ്യർക്കൊപ്പം തറവാട്ടിൽ നിന്നിറങ്ങി. എല്ലാം കണ്ടുകൊണ്ട് ഭദ്രൻ മുകളിലത്തെ നിലയിൽ നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ അസാന്നിധ്യം ബഹളത്തിനിടയിൽ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷെ കൈമൾ അതെല്ലാം ശ്രദ്ധിച്ചിരുന്നു. വീടിന് പുറത്തേക്ക് അയാൾ വൈദ്യർക്കൊപ്പം ഇറങ്ങിയെങ്കിലും വൈദ്യരുടെ അടുത്തേക്ക് കാര്യസ്ഥൻ അപ്പുണ്ണിയെ പറഞ്ഞു വിട്ടിട്ട് അയാൾ നേരെ കത്തനാറച്ഛൻ്റെ അടുത്തേക്ക് ഓടി. അച്ചോ, അച്ചോ! അച്ഛൻ്റെ മുറിക്ക് മുന്നിൽ നിന്ന് കൈമൾ വിളിച്ചു. ഈ സമയത്ത് അകത്ത് ധ്യാനത്തിൽ മുഴുകിയിരുന്ന അച്ഛൻ വാതിൽ തുറന്നു പുറത്തേക്ക് ഇറങ്ങി വന്നു. അച്ചോ, എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി! കൈമൾ കരഞ്ഞുകൊണ്ട് പറയാൻ ശ്രമിച്ചു. അവൾ വന്നു അല്ലേ, മുല്ലപ്പള്ളിക്കാവിലെ യക്ഷി? അച്ഛൻ്റെ ചോദ്യം കേട്ട് കൈമൾ ഭീതിയോടെ അച്ഛനെ നോക്കി. അച്ഛൻ ഇതെങ്ങനെ അറിഞ്ഞു? കൈമൾ ചോദിച്ചു. എല്ലാം അറിയുന്ന ആ പിതാവിൻ്റെ ദാസൻ ഞാൻ. കർത്താവെല്ലാം എനിക്ക് കാണിച്ചു തന്നു. വരൂ, നമുക്ക് നിങ്ങളുടെ തറവാട്ടിലേക്ക് പുറപ്പെടാം. അച്ഛൻ കൈമളിനോടൊപ്പം കുന്നശ്ശേരി തറവാട്ടിലേക്ക് പുറപ്പെട്ടു. അച്ഛനും കൈമളും നടന്ന് കുന്നശ്ശേരി തറവാട്ടിലേക്കെത്തി. കത്തനാർ അച്ഛൻ്റെ ആ വീടുമുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചതും ശക്തമായ കാറ്റടിച്ചു. ചെന്നായ്ക്കൾ ഓരിയിട്ടു. വവ്വാലുകൾ ശബ്ദത്തോടെ കൂട്ടമായി മരച്ചില്ലകളിൽ നിന്നും പറന്നുയർന്നു. വലിയൊരു മരക്കൊമ്പ് ഒടിഞ്ഞ അച്ഛൻ്റെയും കൈമളുടെയും മുമ്പിൽ വീണു. മാനം ഇരുണ്ടുകൂടി. രാത്രിയുടെ പ്രതീതി സൃഷ്ടിച്ചു.
ആ കൂരുരുട്ടിൽ ശക്തമായ കാറ്റിനും ഇടിയിലും ആകാശം വിണ്ടുകീറി അട്ടഹസിച്ചുകൊണ്ട് ഒരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ടു. മാനം ഇരുണ്ടുകൂടി രാത്രിയുടെ പ്രതീതി സൃഷ്ടിച്ചു. ആ കൂരിരുട്ടിൽ ശക്തമായ കാറ്റിനും ഇടയിൽ ആകാശം വിണ്ടുകീറി അട്ടഹസിച്ചുകൊണ്ട് ഒരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ടു. മുല്ലപ്പള്ളിക്കാവിലെ യക്ഷി. തിരിച്ചു പോ കത്തനാരെ, അവൾ ആകാശത്ത് നിന്നും ആക്രോശിച്ചു. അതുവരെ ചിരിച്ചുകൊണ്ട് നിന്ന അച്ഛൻ പെട്ടെന്ന് ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു, എന്നോട് ആജ്ഞാപിക്കാൻ നീ ആര്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ആജ്ഞകൾ മാത്രം അനുസരിക്കുന്നവൻ, വഴിമാറ്. അവളുടെ ശക്തമായ അട്ടഹാസത്തിൽ ദേവർതുരുത്ത് ഗ്രാമം കിടുങ്ങി വിറച്ചു. ഭൂമി വിണ്ടുകീറി, മരങ്ങൾ ഒടിഞ്ഞു വീണു. അണ കെട്ടി നിർത്തിയിരുന്ന വെള്ളം അണ പൊട്ടി പുറത്തേക്കൊഴുകി. കൈമൾ പേടിച്ച് തൻ്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു. വീടിനുള്ളിലുള്ളവർ എന്താ സംഭവിക്കുന്നെന്നറിയാതെ ചെവികൾ പൊത്തിപ്പിടിച്ചു. കണ്ണുകളടച്ചു ദൈവത്തെ വിളിച്ചു. അച്ഛൻ കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം കയ്യിലിരുന്ന കുരിശുരൂപം ആകാശത്തേക്ക് നീട്ടി. ഒരു നിമിഷം കൊണ്ടെല്ലാം പഴയതുപോലെയായി. പ്രകൃതി അതിൻ്റെ സ്ഥായീഭാവത്തിലേക്ക് തിരിച്ചെത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ കൈമൾ വിറച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. അച്ഛൻ കൈമളിനോട് പറഞ്ഞു, അവൾ പോയി കൈമളെ, വാ കുട്ടിയെ കാണാം. കത്തനാർ അച്ഛൻ അകത്തേക്ക് കയറി നന്ദയെ കണ്ടു. അവളുടെ തലയിൽ കൈപിടിച്ച് പ്രാർത്ഥിച്ചു. പുറത്തേക്കിറങ്ങി. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നറിയാതെ കട്ടിലിന് ചുറ്റും നിന്ന ശാരദയും നന്ദയുടെ മാതാപിതാക്കളും അന്യോന്യം നോക്കി. അച്ഛൻ കൈമളിനോട് പറഞ്ഞു, എല്ലാം ശരിയാവും, വിഷമിക്കാതിരിക്കുക. ആട്ടെ, തനിക്ക് ഈ മുല്ലപ്പള്ളിക്കാവിലെ യക്ഷിയുടെ കഥ അറിയുമോ? കൈമൾ പറഞ്ഞു തുടങ്ങി. അച്ചോ, ഒത്തിരി വിശദമായി അറിയില്ല. ഞാൻ അന്ന് ജനിച്ചിട്ടില്ല. മുത്തശ്ശി പറഞ്ഞു തന്ന അറിവേ ഉള്ളൂ. എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ വീരഭദ്ര കൈമൾ നാട്ടിലെ അറിയപ്പെടുന്ന പ്രമാണിയായിരുന്നു. പക്ഷെ അദ്ദേഹം ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നതിൽ തൽപരനായിരുന്നു. ഈ കർമ്മങ്ങളുടെ ഭാഗമായി ഒരു പെൺകുട്ടിയെ ബലി കൊടുത്തുവെന്നും ആ പെൺകുട്ടി പിന്നീട് ഒരു യക്ഷിയായി പുനർജനിച്ചു. അമ്മാവനെ അവൾ കൊന്നു. അതുകൊണ്ടും അവൾ നിർത്തിയില്ല. തറവാട്ടിൽ ഒത്തിരി ദുർമരണങ്ങൾക്ക് അവൾ പിന്നെയും കാരണമായി. അന്ന് എൻ്റെ മുത്തശ്ശൻ എവിടെയോ പോയി ഒരു നമ്പൂതിരിപ്പാടനെ കൊണ്ടുവന്നു. ശക്തമായ താന്ത്രിക കർമ്മങ്ങൾ കൊണ്ട് നമ്പൂതിരിപ്പാടി യക്ഷിയെ ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ മുല്ലപ്പള്ളിക്കാവിലെ ആൽമരത്തിൽ ആണിയിൽ തറയ്ക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആ നമ്പൂതിരിപ്പാടിൻ്റെ നിർദ്ദേശപ്രകാരം നിത്യപൂജകൾ നിർത്തി. വർഷത്തിൽ വിശേഷ ദിവസങ്ങളിൽ മാത്രമായി പൂജകൾ. ഭദ്രൻ ജനിക്കുന്നതിന് മുമ്പ് വരെ അത് തുടർന്നു. ഭദ്രൻ ജനിച്ചതിന് ശേഷം എന്തുപറ്റി? അച്ഛൻ ഇടയിൽ കയറി ചോദിച്ചു. ഭദ്രൻ ജനിക്കുന്നതിന് മുമ്പ് ഒരു ദേവപ്രശ്നം നടത്തിയിരുന്നു. അതിൽ ഇനി കുറച്ചു കാലത്തേക്ക് തറവാട്ടിൽ നിന്നുള്ള ആരും ക്ഷേത്ര പരിസരത്ത് പ്രവേശിക്കരുതെന്ന് ദേവി കാണിച്ചു തന്നു. യക്ഷി ശാപം പിന്നെയും ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ടെന്ന് തെളിഞ്ഞിരുന്നു. അന്നൊരു വലിയ പൂജ നടത്തി നട അടച്ചു. പിന്നെ ഇവിടുന്ന് ആരും അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളെ രക്ഷിക്കണം അച്ചോ, അയാൾ കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ എല്ലാം കേട്ടതിന് ശേഷം കൈമളിനോട് പറഞ്ഞു, താങ്കൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് കൈമളെ. എല്ലാം ഞാൻ പറയാം. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും അവളുടെ കഥ അറിയണം. യക്ഷിയുടെ കഥ, മുല്ലപ്പള്ളിക്കാവിലെ യക്ഷിയുടെ കഥ. കൈമൾ കത്തനാറച്ഛൻ്റെ വാക്കുകൾക്കായി കാതോർത്തു. ശാരദയും നന്ദയുടെ മാതാപിതാക്കളും കത്തനാറച്ഛൻ്റെ ചുറ്റും നിന്നു. അച്ഛൻ അവളുടെ കഥ പറഞ്ഞു തുടങ്ങി. നമ്മൾ മുല്ലപ്പള്ളിക്കാവിലെ യക്ഷി എന്ന് വിളിക്കുന്ന അവളുടെ യഥാർത്ഥ പേര് ദേവയാനി എന്നാണ്. നിങ്ങളുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണന്റെ ജന്മനാളായ രോഹിണി നക്ഷത്ര ജാത, ദൈവാനുഗ്രഹമുള്ളവൾ. വളരെ ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അവൾക്ക് കൂട്ട് അവളുടെ മുത്തശ്ശിയായിരുന്നു. മുത്തശ്ശിയുടെ ദേവിയായിരുന്നു അവൾ. നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ടവൾ. കൊച്ചുകുട്ടികൾക്ക് അവൾ സ്വന്തം ചേച്ചിയായിരുന്നു. എല്ലാവർക്കും സഹായി. 18 വയസ്സ് തികയാറായിരുന്നു അവൾക്ക്. മുല്ലപ്പള്ളിക്കാവിലെ ക്ഷേത്രത്തിലെ സ്ഥിരം സന്ദർശക കൂടിയായിരുന്നു അവൾ. ദിവസവും കുളിച്ച് ശുദ്ധമായി അവൾ രാവിലെ അമ്പലത്തിൽ പോകുമായിരുന്നു. സന്തോഷമായി അവളുടെ ജീവിതം മുമ്പോട്ട് പോയിരുന്ന സമയം. പൂമ്പാറ്റകളോട് കിന്നാരം പറഞ്ഞും ചെറിയ കുട്ടികളെ കളിപ്പിച്ചും പഠിപ്പിച്ചും ചിരിപ്പിച്ചും സന്തോഷത്തോടെ ജീവിതം നയിച്ചിരുന്ന ദേവി അറിഞ്ഞിരുന്നില്ല അവളുടെ സന്തോഷങ്ങൾക്ക് അധികം ആയുസില്ലെന്ന്. ഒരു ദിവസം അടുത്ത ഗ്രാമത്തിൽ പോയി തിരിച്ച് ശിഷ്യന്റെ കൂടെ വന്ന വീരഭദ്ര കൈമൾ കൊച്ചു കുട്ടികൾക്കൊപ്പം അമ്പലത്തിൽ നിന്ന് നടന്നു വരുന്ന ദേവയാനിയെ കണ്ടു. തന്നെ നോക്കി ചെറു മന്ദഹാസം തൂകി കടന്നുപോയ ദേവയാനിയിൽ വീരഭദ്രന്റെ കണ്ണുകൾ ഉടക്കി. അയാൾ തിരിഞ്ഞ് അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഗുരുവേ, ഗുരുവേ! ശിഷ്യന്റെ വിളിയിൽ വീരഭദ്രൻ ഓർമ്മകളിൽ നിന്ന് തിരിച്ചു വന്നു. അയാൾ ശിഷ്യനോട് പറഞ്ഞു, നീ വേഗം പോയി ആ കുട്ടി ആരാണെന്ന് അന്വേഷിക്കേ. അവളുടെ ജന്മനക്ഷത്രവും അറിഞ്ഞതിന് ശേഷം മാത്രം എന്നെ വന്ന് കാണുക. വീരഭദ്രൻ ശിഷ്യനെ പറഞ്ഞു വിട്ടതിന് ശേഷം നേരെ തറവാട്ടിലേക്ക് പോയി. തറവാട്ടിൽ വേഗം എല്ലാവരെയും മുഖം കാണിച്ച് അദ്ദേഹം നേരെ പോയത് മുല്ലപ്പള്ളിക്കാവിൻ്റെ അടുത്ത് തന്നെയുള്ള അയാളുടെ മന്ത്രപുരയിലേക്കായിരുന്നു. ഈ സമയം തന്നെ ശിഷ്യനും അവിടെ എത്തി. ഗുരുവേ, അവളുടെ പേര് ദേവയാനി, നക്ഷത്രം രോഹിണി, ഒരു മുത്തശ്ശി മാത്രമേ ഉള്ളൂ. വീരഭദ്രൻ വേഗം തന്നെ കണ്ണുകൾ അടച്ച് ഉപാസനാമൂർത്തിയെ ധ്യാനിച്ച്
മുമ്പിലിരുന്ന മഞ്ഞൾ വെള്ളം കലക്കിയ ഉരുളിയിൽ തൻ്റെ കൈകളിറക്കി. അത്ഭുതമെന്ന് പറയട്ടെ, ഉരുളിയിലെ വെള്ളത്തിൻ്റെ നിറം പെട്ടെന്ന് തന്നെ ചുവപ്പായി മാറി. നല്ല ചോര ചുവപ്പ്. അയാൾ ശിഷ്യനോട് പറഞ്ഞു, എൻ്റെ ഇത്രയും നാളത്തെ കാത്തിരിപ്പ് വൃഥാവിലായില്ല. അയാളുടെ അട്ടഹാസം ആ 4 ചുവരുകൾക്കുള്ളിൽ മുഴങ്ങി. ഈ വരുന്ന അമാവാസിയുടെ 4-ാം യാമത്തിൽ അവളെ എൻ്റെ ഉപാസനാമൂർത്തിക്ക് ബലി നൽകണം. കത്തനാർ അച്ഛൻ കഥ തുടർന്നു. എല്ലാവരും അതിശയത്തോടെ കഥ കേട്ടുകൊണ്ടിരുന്നു. ഋഷി അഥർവനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലേ? അഥർവവേദം രചിച്ചത് അദ്ദേഹമാണ്. 20 പുസ്തകങ്ങളിലായി 730 സൂക്തങ്ങളും 5987 മന്ത്രങ്ങളുമുള്ള അഥർവവേദം ശാസ്ത്രത്തെപ്പറ്റിയും പ്രപഞ്ചത്തെപ്പറ്റിയും ചികിത്സാവിധികളെപ്പറ്റിയും ഒക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും അതിലെ ആഭിചാരത്തെപ്പറ്റിയുള്ള ഭാഗങ്ങൾ മാത്രം ദുർമന്ത്രവാദികൾ മന്ത്രവാദത്തിനായി ഉപയോഗിച്ചു പോന്നു. വീരഭദ്രനും അഥർവവേദത്തിലെ ആ പ്രസക്ത ഭാഗങ്ങൾ മന്ത്രവേദത്തിനായാണ് ഉപയോഗിച്ചത്. ഒരു ക്രൈസ്തവ പുരോഹിതനായിട്ട് പോലും ഹൈന്ദവ വേദങ്ങളിൽ കത്തനാർ അച്ഛൻ്റെ പാണ്ഡിത്യം കൈമളിൽ അതിശയോക്തി ജനിപ്പിച്ചു. അമാവാസ്യയുടെ 4-ാം യാമത്തിൽ രോഹിണി നക്ഷത്രത്തിൽ പിറന്ന ദേവാംശമുള്ള കന്യകയെ തൻ്റെ ഉപാസനാമൂർത്തിക്ക് ബലി കൊടുത്താൽ അമാനുഷികത കൈവരുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അങ്ങനെ അമാനുഷികത കൈവന്നാൽ 1000 മൂർത്തികളുടെ ശക്തിയും അതുപോലെ തന്നെ പ്രപഞ്ചശക്തികളെ തൻ്റെ വരുതിക്ക് നിർത്താനുള്ള കഴിവും ലഭിക്കും. വീരഭദ്രൻ ബലിക്കുള്ള പദ്ധതികൾ മനസ്സിൽ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. ക്ഷേത്രത്തിലെ വിശേഷാൽ ദീപാരാധന കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് മടങ്ങും വഴി വീരഭദ്രൻ്റെ ശിഷ്യൻ അവളുടെ മുന്നിലേക്ക് ചാടി വീണു. ദേവിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അവൻ്റെ ശക്തമായ പ്രഹരത്താൽ നിലത്ത് വീണു. അവളുടെ ബോധം മറിഞ്ഞു. ദേവി പിന്നീട് കണ്ണുകൾ തുറക്കുന്നത് ശക്തമായ ആഭിചാര മന്ത്രങ്ങൾ കേട്ടുകൊണ്ടാണ്. അവൾ തൻ്റെ ചുറ്റിനും നോക്കി. ചുവന്ന പട്ടുടുത്ത വീരഭദ്രനും അവൻ്റെ ശിഷ്യനും വീരഭദ്രൻ ജപിച്ചുകൊണ്ടിരുന്ന ആ ദുർമന്ത്രങ്ങൾ അവളുടെ കാതുകളിലേക്ക് ചൂഴ്ന്നിറങ്ങി. മന്ത്രക്കളത്തിലാണ് താൻ കിടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു, പക്ഷേ പറ്റിയില്ല. വീരഭദ്രൻ ബലി കൊടുക്കാനായി വാളുയർത്തി. ദേവയാനി തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവിടുന്ന് ചാടി എഴുന്നേറ്റു. വീരഭദ്രനെ തള്ളി നിലത്തിട്ടു. മന്ത്രക്കളം നശിപ്പിച്ചു. ശിഷ്യനെ തട്ടിമാറ്റി അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചു. ബലിയുടെ മുഹൂർത്തം കഴിഞ്ഞിരുന്നു. തൻ്റെ സ്വപ്നങ്ങൾക്ക് ഭംഗമേൽപ്പിച്ച ദേവയാനിയോട് അതിയായ ദേഷ്യം അയാളിലുണ്ടായി. മാത്രമല്ല, ഇതാരെങ്കിലും അറിഞ്ഞാൽ തൻ്റെ സൽപ്പേരിനും കുടുംബത്തിനും കളങ്കമാകും. അയാൾ ശിഷ്യനോട് പറഞ്ഞു, അവൾ വീടെത്തരുത്. അവർ രണ്ടാളുമായി ഇരുട്ടത്ത് എല്ലായിടത്തും അവളെ തിരഞ്ഞു. ക്ഷീണം കൊണ്ട് ദേവയാനി ആ കുറ്റിക്കാട്ടിലിരുന്ന് മയങ്ങിപ്പോയിരുന്നു. മയക്കം മാറിയപ്പോൾ അവൾ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. പെട്ടെന്നാണ് അവളത് ശ്രദ്ധിച്ചത്. അവളുടെ ചുറ്റിനും വീരഭദ്രൻ തൻ്റെ മന്ത്രശക്തിയാൽ അയച്ച വിഷസർപ്പങ്ങൾ. കുറച്ചു ദൂരെയായി വീരഭദ്രനും ശിഷ്യനും. തന്നെ കൊല്ലരുതെന്ന് അവൾ കൈകൂപ്പി അപേക്ഷിച്ചു. പക്ഷെ അവളുടെ രോദനം അയാൾ കേട്ടില്ല. അയാൾ കണ്ണുകൾ അടച്ച് മന്ത്രങ്ങൾ ഉരുവിട്ടു. ഉടൻ തന്നെ ആ വിഷസർപ്പങ്ങൾ അവളെ ദംശിച്ചു. പകുതി ജീവനോടെ കുഴഞ്ഞു വീണ അവളെ തൻ്റെ ശിഷ്യന്റെ സഹായത്തോടെ അയാൾ മുല്ലപ്പള്ളിക്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള തൻ്റെ മന്ത്രപുരയിൽ കുഴിവെട്ടി മൂടി. എന്താ എൻ്റെ കുട്ടി ഇത്രയും വൈകുന്നത്? ദേവിയുടെ മുത്തശ്ശി വ്യാകുലപ്പെട്ടു. അവർ അടുത്തുള്ള വീടുകളിലെല്ലാം അവളെപ്പറ്റി അന്വേഷിച്ചു. പക്ഷേ എങ്ങും കണ്ടെത്താനായില്ല. അവർ കരഞ്ഞുകൊണ്ട് അന്വേഷണം തുടർന്നു. ആ നാട് മുഴുവൻ ആ പാവം മുത്തശ്ശിക്ക് വേണ്ടി അവളെ തിരഞ്ഞു. ദീപാരാധന കഴിഞ്ഞ് മുത്തശ്ശി വീട്ടിൽ ഒറ്റയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് വേഗം ഇറങ്ങി അവളെ എല്ലാവരും കണ്ടതാണ്. പക്ഷെ അതിനുശേഷം കണ്ടിട്ടില്ല. ആ രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ട് മുത്തശ്ശി തൻ്റെ ദേവിക്ക് വേണ്ടി കാത്തിരുന്നു. ആ പാവം മുത്തശ്ശി അറിഞ്ഞിരുന്നില്ല ദേവി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന്. 3 ദിവസങ്ങളോളം ദേവിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് ജലപാനമില്ലാതെ കാത്തിരുന്നു. അവസാനം അവർ ഹൃദയം പൊട്ടി മരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ദേവയാനി മരിച്ച് ഇന്ന് 16 ദിവസമായിരിക്കുന്നു. ദേവർതുരുത്ത് പതിയെ ദേവയാനിയെ മുത്തശ്ശിയെ മറന്നു തുടങ്ങിയിരുന്നു. ദേവർതുരുത്ത് ഗ്രാമത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ മുഖപടമാണ് അവിടുത്തെ വലിയ കുളം. അന്ന് ആ ദിവസം പതിവ് പോലെ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു വീരഭദ്രൻ്റെ ശിഷ്യൻ. അന്ന് പക്ഷെ പതിവുകാർ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അയാൾ മാത്രം. മുണ്ടുമാറ്റി തോർത്തെടുത്ത് അയാൾ കുളിക്കടവിലിറങ്ങി. അന്ന് അവിടെ ഉണ്ടായിരുന്ന പതിവില്ലാത്ത നിശബ്ദത അയാളെ അല്പം ഭയപ്പെടുത്തി. വേഗം കുളിച്ചിട്ട് വീടെത്താം അയാൾ മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്നെന്തോ വെള്ളത്തിലൂടെ സഞ്ചരിച്ച് തൻ്റെ പുറകിൽ വന്ന് നിൽക്കുന്നതായി അയാൾക്ക് തോന്നി. അയാൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി. പക്ഷെ ആരെയും അവിടെ കണ്ടില്ല. ആരുടെയോ സാമീപ്യം അയാൾ അവിടെ അനുഭവിച്ചറിഞ്ഞു. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലാന്ന് തോന്നിയ അയാൾ വേഗം കുളി കഴിഞ്ഞ് കര കയറാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് കുളിക്കടവിന് ചുറ്റുമുള്ള ആകാശം കറുത്തിരണ്ടത്. അയാൾ വേഗം തോർത്തുമുണ്ട് മാറ്റി നല്ല മുണ്ടെടുത്തു. ആ സമയം കുളത്തിലെ വെള്ളത്തിലെ ഭാവവ്യത്യാസം അയാൾ കണ്ടറിഞ്ഞു. പെട്ടെന്നാണ് വെള്ളത്തിൽ നിന്ന് അട്ടഹസിച്ചുകൊണ്ട് ആ സ്ത്രീരൂപം ഉയർന്നു വന്നത്. ദേവയാനി.
താൻ ജീവനോടെ കണ്ടിട്ടുള്ള നിഷ്കളങ്കമായ പെൺകുട്ടിയായിരുന്നില്ല അയാൾക്ക് മുമ്പിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. യക്ഷി രൂപത്തിൽ രൗദ്രഭാവം ആർജിച്ചു നിൽക്കുന്ന അവളെ കണ്ട് അവൻ ഭയപ്പെട്ടു. ഒരു നിമിഷം കൊണ്ട് സ്വബോധം വീണ്ടെടുത്ത് അവൻ തിരിഞ്ഞോടാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ കാലുകളിൽ പിടിച്ചുകൊണ്ട് അവൾ അവനെ വെള്ളത്തിലേക്ക് വലിച്ചിറക്കി. പതിയെ അവൾ അവനെയും കൊണ്ട് കുളത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയി. എങ്ങും നിശബ്ദത. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ്റെ മൃതശരീരം ആ കുളിക്കടവിൽ പൊങ്ങി. ത്രിസന്ധ്യ കഴിഞ്ഞിരുന്നു. ഈ സമയം തൻ്റെ മന്ത്രപുരയിൽ ധ്യാനനിരതനായിരുന്ന വീരഭദ്രൻ്റെ മുമ്പിലെ വിളക്കുകളെല്ലാം അണഞ്ഞു. എന്തോ ഒരു ആപത്ത് വരുന്നതായി അയാൾക്ക് തോന്നി. അയാൾ തൻ്റെ ഉപാസനാമൂർത്തിയെ ധ്യാനിച്ച് മുമ്പിലുള്ള ഉരുളിയിലേക്ക് ഒരു ചുവന്ന പുഷ്പം അർപ്പിച്ചു. അതിലയാൾ കണ്ട കാഴ്ച അയാളെ ശരിക്കും ഞെട്ടിച്ചു. രൗദ്രഭാവത്തിൽ യക്ഷീരൂപം സ്വീകരിച്ച ദേവയാനി. ഈ സമയം അവിടെ ശക്തമായ കാറ്റും മഴയും ആരംഭിച്ചു. കാറ്റിൻ്റെ ശക്തിയാൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കി ദീപങ്ങൾ കൂടി അണഞ്ഞു. എങ്ങും കനത്ത അന്ധകാരം. വീരഭദ്രൻ തൻ്റെ മന്ത്രശക്തിയാൽ ഒരു ദീപം തെളിയിച്ചു. ആ ദീപത്തിൻ്റെ വെളിച്ചത്താൽ മുമ്പോട്ട് നോക്കി അയാൾ ആ കാഴ്ച കണ്ടു. തൻ്റെ തൊട്ടു മുൻപിൽ സംഹാരരൂപിയായ യക്ഷിയുടെ രൂപത്തിൽ ദേവയാനി. അവളുടെ അട്ടഹാസത്താൽ ദേവർ തുരുത്ത് കിടുങ്ങി വിറച്ചു. അവൾ അയാളോട് പറഞ്ഞു, നിനക്കിനി രക്ഷയില്ല വീരഭദ്ര. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തിലെ ഒരു ജീവൻ പോലും ഞാൻ ബാക്കി വയ്ക്കില്ല. നിനക്ക് എന്നെ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ മിഥ്യയാണ് ദേവയാനി. എൻ്റെ ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹത്താൽ ഞാൻ ആർജിച്ച ശക്തിയാൽ നിന്നെ ഞാൻ ഭസ്മമാക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ആഭിചാര മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ശക്തമായ ആഭിചാര മന്ത്രങ്ങൾ കൊണ്ട് അയാൾ അവൾക്ക് ചുറ്റും അഗ്നിയുടെ ഒരു വലയം തീർത്തു. പക്ഷെ അവളുടെ അട്ടഹാസത്താൽ അഗ്നി വേഗം അണഞ്ഞുപോയി. അയാൾ പഠിച്ച സകല മന്ത്രങ്ങളും പ്രയോഗിച്ചു നോക്കി. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. അയാൾ തൻ്റെ ഉപാസനാമൂർത്തിയെ വിളിച്ചപേക്ഷിച്ചു. അയാൾ വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടായിരുന്ന മൂർത്തി പക്ഷെ ആ സമയം അയാൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല. വീരഭദ്ര, നിന്നെ രക്ഷിക്കാൻ ഒരു മൂർത്തിയും വരില്ല, അവൾ അട്ടഹസിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു. വീരഭദ്രൻ മന്ത്രപുരയിൽ നിന്നും ഇറങ്ങി ഓടി. ശക്തമായ കൊടുങ്കാറ്റടിച്ചു. ചെന്നായ്ക്കൾ ഊരിയിട്ടു. മൂങ്ങകൾ കരഞ്ഞു. ഒരു വിഷനാഗമായി മാറിയ ദേവയാനി അയാളുടെ കാലുകളിൽ ദംശിച്ചു. ആ വിഷത്തിൻ്റെ വീര്യത്താൽ അയാൾ തളർന്നു വീണു. വീരഭദ്രനെ അവൾ എടുത്തുയർത്തി തൻ്റെ മടിയിലിരുത്തി. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യത്തിൽ ഇരുന്നു കൊണ്ട് അവൾ അവൻ്റെ വയറു കീറിപ്പൊളിച്ചു. കുടൽമാല പുറത്തെടുത്തു. രക്തം കുടിച്ചു. ഈ സമയം മരണവെപ്രാളത്തിൽ കിടന്നും പുളഞ്ഞ അയാൾ പതിയെ മരണത്തിലേക്ക് വഴുതി വീണു. അവൻ്റെ ശരീരം അവൾ രണ്ടായി മുറിച്ചു മാറ്റി കീറിയെറിഞ്ഞു. അതുകൊണ്ടൊന്നും അവളുടെ പക തീർന്നില്ല. വീരഭദ്രൻ്റെ ഭാര്യ, അയാളുടെ മകൻ, അങ്ങനെ കുന്നൽശ്ശേരി തറവാട്ടിലെ ഓരോരുത്തർ അവൾക്കിരയായി. കത്തനാറച്ചൻ കഥ തുടർന്നു. തറവാട്ടിലെ ദുർമരണങ്ങൾ കണ്ടുമടുത്ത താങ്കളുടെ മുത്തശ്ശൻ കിഴക്ക് നാട്ടിലെ മടശ്ശേരി മനയിലെ ദേവദത്തൻ തിരുമുൽപ്പാടിനെ കൊണ്ടുവന്നു. ദേവചൈതന്യം ഉണ്ടായിരുന്നപ്പോൾ ദുർമരണപ്പെട്ടതിനാൽ അവളെ തളയ്ക്കുക ശ്രമകരമായ ഒരു ഉദ്യമമായിരുന്നു. തൻ്റെ മന്ത്രശക്തികൾ കൊണ്ട് മാത്രം അവളെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ നമ്പൂതിരി മുല്ലപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ ദേവീ ചൈതന്യം വിഗ്രഹത്തിൽ നിന്ന് ആവാഹിച്ച് അവളെ ബന്ധനസ്ഥയാക്കി ആൽമരത്തിൽ തറയ്ക്കുകയാണ് ഉണ്ടായത്. എന്നെങ്കിലും അവൾ മോചിക്കപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബത്തിനും സർവനാശം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മനസ്സിൽ കണ്ടിരിക്കണം. അതായിരിക്കാം നിങ്ങളെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് അദ്ദേഹം വിലക്കിയത്. നിത്യപൂജകൾ മുടങ്ങിയതുകൊണ്ട് ദേവീ ചൈതന്യം നഷ്ടപ്പെടുകയും അവളുടെ ബന്ധനശക്തിക്ക് അയവുണ്ടാവുകയും ചെയ്തു. ദേവീശക്തിക്ക് മുമ്പിൽ അവളുടെ ശക്തി നിഷ്ക്രിയമെങ്കിലും ദൈവം വിധിച്ച കുറേ കാര്യങ്ങൾ മാറ്റാൻ വെറും മനുഷ്യരെ നമുക്ക് കഴിയില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഭദ്രൻ ക്ഷേത്രത്തിൽ പോയതും സ്വതന്ത്രയാകാൻ കാത്തിരുന്ന അവളെ സ്വതന്ത്രയാക്കിയതും. ഈശ്വര, ഭദ്രൻ അവളെ മോചിപ്പിച്ചോ? കൈമൾ ഞെട്ടലോടെ ചോദിച്ചു. മോചിക്കപ്പെടുക മാത്രമല്ല കൈമളെ സംഭവിച്ചത്. നിങ്ങൾ സംശയിച്ചതുപോലെ തന്നെ അവൾ ഇപ്പോൾ ഭദ്രൻ്റെ ഉള്ളിലുണ്ട്. ഇത് കേട്ട് എല്ലാവരും ഭയന്നു വിറച്ചു. കൈമളെ, നമുക്ക് ഒരിടം വരെ പോകണം. എങ്ങോട്ടാണച്ചോ? കൈമൾ ചോദിച്ചു. അതൊക്കെ വഴിയേ പറയാം. ഇപ്പോൾ തന്നെ പുറപ്പെടണം. ഞങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുതച്ചോ, ശാരദാമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പേടിക്കേണ്ട ശാരദാമ്മേ, ഒന്നും വരില്ല. എല്ലാവരും എൻ്റെ കൂടെ അകത്തേക്ക് വരൂ. എല്ലാവരെയും നന്ദയുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതിന് ശേഷം അച്ഛൻ അവരോടായി പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു വരുന്നതുവരെ പുറത്ത് എന്ത് സംഭവിച്ചാലും ഈ മുറിക്ക് പുറത്തിറങ്ങരുത്. പ്രത്യേകിച്ച് ഭദ്രൻ വന്ന് വിളിച്ചാൽ. ഈ മുറിക്ക് പുറത്തിറങ്ങിയാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവന ഭീഷണിയാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം അച്ഛൻ അവിടെ ഒരു കുരിശുരൂപം സ്ഥാപിച്ചു. എന്നിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. വരൂ കൈമളെ, പോകാം, അച്ഛൻ കൈമളിനോട് പറഞ്ഞു. അച്ഛനും കൈമളും നടന്നു നീങ്ങുന്നത് ശാരദാമ്മയും മറ്റുള്ളവരും നോക്കി നിന്നു. മാർഗമധ്യേ കൈമൾ അച്ഛനോട് ചോദിച്ചു, ഇനിയെങ്കിലും എന്നോട് പറയച്ചോ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കൈമളെ, താങ്കളുടെ മുത്തശ്ശൻ അന്നൊരു തിരുമേനിയെ കൊണ്ടുവന്ന് യക്ഷിയെ തളച്ചെന്ന് പറഞ്ഞില്ലേ? അദ്ദേഹത്തിൻ്റെ മനയിലോട്ട്.
പക്ഷെ അച്ചോ, അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഉണ്ടോയെന്ന് ആർക്കറിയാം? ഒത്തിരി വർഷങ്ങളായില്ലേ? കൈമൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഞാനൊന്ന് പറഞ്ഞോട്ടെ കൈമളെ, അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ തിരുമേനി ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷേ മാടശ്ശേരി തറവാട്ടിൽ ഇന്ന് അദ്ദേഹത്തെക്കാൾ പ്രശസ്തനാണ് അദ്ദേഹത്തിൻ്റെ മകൻ സൂര്യദത്തൻ തിരുമേനി. നമുക്ക് അദ്ദേഹത്തെ കാണേണ്ട കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമായി വരും. പക്ഷെ അച്ചോ, കൈമൾ ശങ്കയോടെ എന്തോ ചോദിക്കാൻ ഭാവിച്ചു. പക്ഷെ ചോദിച്ചില്ല. താൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛൻ ചിരിച്ചുകൊണ്ട് തുടർന്നു. എന്നെക്കൊണ്ട് അവളെ ബന്ധിക്കാൻ കഴിയില്ലേ എന്നല്ലേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല അച്ചോ, കൈമൾ പറഞ്ഞു. തനിക്കറിയാമല്ലോ, ദൈവാംശം ഉണ്ടായിരുന്നപ്പോൾ ദുർമരണപ്പെട്ടവളാണവൾ. അതുകൊണ്ട് തന്നെ അവളെ അന്ന് ദേവദത്തൻ തിരുമേനി തളച്ചത് ദേവീ ചൈതന്യം ആവാഹിച്ച് ബന്ധിച്ചുകൊണ്ടാണ്. ഇന്ന് അവളുടെ വാസസ്ഥലം ഒരു കാലത്ത് നിത്യപൂജകൾ നടന്നുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ്. ഇനിയും അവളെ ബന്ധിച്ചാൽ വർഷങ്ങൾക്ക് ശേഷവും അവൾ പുറത്തു വന്നേക്കാം. അതുകൊണ്ട് ആ പ്രേതാത്മാവിന് നിത്യമായ മോക്ഷം കൊടുത്ത് ഈ ലോകത്തു നിന്ന് പറഞ്ഞയക്കുന്നതാണ് നല്ലത്. അവളെ തളയ്ക്കണമെങ്കിൽ അത് മുല്ലപ്പള്ളിക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് മാത്രമേ നടക്കൂ. കാലം എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഒരു ക്രൈസ്തവ പുരോഹിതനായി ഞാൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ അത് നാളെ വലിയൊരു സാമൂഹിക പ്രശ്നമായി മാറും. വർഗീയ ലഹള വരെ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് മാടശ്ശേരി സൂര്യദത്തൻ നമ്പൂതിരിയുടെ സഹായം വേണ്ടിവരുമെന്ന്. ഈ സമയം ധ്യാനത്തിലിരുന്ന മടശ്ശേരി സൂര്യദത്തൻ തിരുമേനി കാരിസൻ രാഘവ പണിക്കരോട് പറഞ്ഞു. വടക്കുനിന്ന് 2 അതിഥികൾ വരുന്നുണ്ട് പണിക്കരെ. 2 ആൾക്കുള്ള ഭക്ഷണം അധികം കരുതണം. അദ്ദേഹം വീണ്ടും കണ്ണുകളടച്ച് ധ്യാനം തുടർന്നു. കത്തനാർ അച്ഛനും കൈമളും അവരുടെ നടത്തം തുടർന്നു. പെട്ടെന്ന് അച്ഛൻ നടത്തം നിർത്തി. കൈമൾ നടത്തം നിർത്തി അത്ഭുതത്തോടെ അച്ഛനെ നോക്കി. അവൾക്ക് കാര്യം പിടികിട്ടിയെന്നാ തോന്നുന്ന കൈമളെ. അച്ഛൻ പറഞ്ഞു തീർന്നതും ആകാശത്തു നിന്ന് ദേവയാനി അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു. തിരികെ പോ കത്തനാരെ. അവളുടെ വാക്കുകൾക്ക് മറുപടി കൊടുക്കാതെ കത്തനാർ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് അവരുടെ മുമ്പിൽ ഒരു കൂട്ടം ചെന്നായ്ക്കൾ പ്രത്യക്ഷപ്പെട്ടു. അവയുടെ മുരൾച്ചയും ഊരിയിടലും കൈമളിൽ ഭയം സൃഷ്ടിച്ചു. അച്ഛൻ കൈകൾ ഉയർത്തി ആകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. അത്ഭുതം പോലെ ചെന്നായ്ക്കൾ വഴിയുടെ 2 വശത്തേക്കായി മാറി നിന്നുകൊണ്ട് അച്ഛന് വഴിയൊരുക്കി. അച്ഛൻ മുമ്പോട്ട് നീങ്ങി. എന്താ സംഭവിക്കുന്നതെന്നറിയാതെ ഒരു യന്ത്രത്തെ പോലെ കൈമളും അച്ഛനോടൊപ്പം മുന്നോട്ട് നീങ്ങി. പിന്നെയും കുറച്ചുകൂടെ മുമ്പോട്ട് നീങ്ങിയപ്പോൾ അച്ഛൻ പിന്നെയും നിന്നു. വഴി മുഴുവൻ വിഷസർപ്പങ്ങൾ. ദേവയാനയുടെ അട്ടഹാസം അപ്പോഴും ആകാശത്തിൽ മുഴങ്ങിയിരുന്നു. അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചെറിയ കല്ലുകൾ എടുത്ത് പ്രാർത്ഥിച്ച ശേഷം മുമ്പോട്ടെറിഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ആ കല്ലുകളെല്ലാം കീരികളായി മാറി. അവ വേഗം പോയി വിഷസർപ്പങ്ങളെയെല്ലാം കൊന്നു. തടസ്സങ്ങൾ മാറിയതിനാൽ അച്ഛൻ പിന്നെയും മുന്നോട്ട് നടന്നു. ഇനി അവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു ചെറിയ നദി കടക്കണം. ഈ വട്ടം ദേവയാനി അച്ഛന് മുമ്പിൽ പിന്നെയും തടസ്സം സൃഷ്ടിച്ചു. അവൾ നദിയിലൂടെ ആർക്കും കടക്കാൻ പറ്റാത്ത അത്ര ശക്തമായ രീതിയിൽ നദീജലത്തിൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിച്ചു. മാത്രമല്ല, കടലിലെ പോലെ നദിയിൽ തിരമാലകൾ ഇരുകരയിലേക്ക് ആഞ്ഞടിക്കാൻ തുടങ്ങി. കത്തനാർ അച്ഛൻ ആ നദിയുടെ തീരത്ത് മുട്ടുകുത്തിക്കൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവെ, മോശയ്ക്കും അവൻ്റെ ജനത്തിനും വേണ്ടി കടലിൽ വഴി തെളിച്ച എൻ്റെ നാഥ, അങ്ങയുടെ ദാസനായി എനിക്ക് പോകാൻ വഴി തരണമേ. അത്ഭുതമെന്ന് പറയട്ടെ, നദിയിലെ ജലം 2ആയി പിളർന്ന് പണ്ട് മോശയ്ക്കും കൂട്ടർക്കും വഴി തെളിച്ചതുപോലെ കർത്താവ് കത്തനാർക്കും കൈമളിനും വഴി തെളിച്ചു. അവർ 2 ആളും നിഷ്പ്രയാസം നദി കടന്നു. ആ മഹാമാന്ത്രികന്റെ കഴിവുകളെപ്പറ്റി കൈമൾ കേട്ടിട്ടുണ്ടെങ്കിലും ഒരത്ഭുതം പോലെ ഇന്നാണ് എല്ലാം അനുഭവിച്ചറിഞ്ഞത്. ദേവയാനെ സൃഷ്ടിച്ച ഓരോ തടസ്സങ്ങളും നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് അവർ കിഴക്ക് ദേശത്തുള്ള മടശ്ശേരി മനയിലെത്തി. ഈ സമയം ധ്യാനത്തിൽ നിന്നുണർന്ന് സൂര്യദത്തൻ തിരുമേനി അവരെ സ്വീകരിക്കാനായി ഭൂമുഖത്തേക്ക് എഴുന്നള്ളി. കയറി വരിക. വാഗത്താനത്ത് കത്തനാരെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നാണ് കാണാൻ സാധിച്ചത്. മുൻജന്മ സുഹൃതം. മാടശ്ശേരി മനയിലെ സൂര്യദത്തൻ തിരുമേനിയെ കാണാൻ പറ്റിയത് എൻ്റെയും ഭാഗ്യമാണല്ലോ, കത്തനാറച്ചൻ പറഞ്ഞു. അവൾ അല്പം ബുദ്ധിമുട്ടിച്ചല്ലേ? അതാണ് ദേഷ്യത്തോടെ വേലിക്ക് പുറത്തു നിൽക്കുന്നത്, തിരുമേനി കത്തനാരോട് പറഞ്ഞു. കൈമൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവയാനി ദേഷ്യത്തോടെ വേലിക്ക് പുറത്തു നിൽക്കുന്നു. പേടിക്കേണ്ട കൈമൾ, അദ്ദേഹം കുലദേവത പ്രതിഷ്ഠയുള്ള മനയാണ്. പ്രേതാത്മാക്കൾ ഇങ്ങോട്ട് കടക്കില്ല. ഇന്ന് വരെ തന്നെ കണ്ടിട്ടില്ലാത്ത തിരുമേനി അച്ഛനെയും തന്നെയും ഒക്കെ അറിയുന്ന രീതിയിൽ സംസാരിക്കുന്നത് കേട്ട് കൈമൾ അത്ഭുതപ്പെട്ടു. അവളെ ഞാൻ സ്വല്പം ബുദ്ധിമുട്ടിച്ചെന്ന് തോന്നുന്നു, കത്തനാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഊണ് കഴിച്ചിട്ടാവാം ബാക്കി സംസാരം, ദത്തൻ തിരുമേനി അവരോടായി പറഞ്ഞു. അങ്ങനെ ആയിക്കൊള്ളട്ടെ. കത്തനാർ അച്ഛൻ തിരുമേനിക്കൊപ്പം ഊട്ടുപുരയിലേക്ക് നടന്നു. പിറകെ കൈമൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി. അപ്പോഴും അവൾ മതിൽക്കെട്ടിന് വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഊണിന് ശേഷം കത്തനാർ അച്ഛനും ദത്തൻ തിരുമേനിയും ചർച്ചകൾക്കായിരുന്നു. കൈമൾ, അദ്ദേഹം ദയവായി ഒന്ന് പുറത്ത് കാത്തു നിൽക്കുമോ? എനിക്ക് അച്ഛനോട് സ്വകാര്യമായ കുറച്ച് സംസാരിക്കാനുണ്ട്.
വിഷ്ണുദത്തൻ കൈമളിനോട് ചോദിച്ചു. കൈമൾ അച്ഛനെ ഒന്ന് നോക്കി, എന്നിട്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങി. ദത്തൻ തിരുമേനി അച്ഛനോട് പറഞ്ഞു തുടങ്ങി. കത്തനാറച്ചോ, അങ്ങയുടെ ആഗമനോദ്ദേശം എനിക്ക് മനസ്സിലായി. മുല്ലപ്പള്ളിക്കാവിലെ യക്ഷി എന്ന ദേവയാനിയെ എന്നേക്കുമായി തളയ്ക്കുക. പക്ഷെ അതത്ര നിസ്സാരമായ കാര്യമല്ല. അദ്ദേഹം തുടർന്നു. അച്ഛൻ തിരുമേനിക്ക് ഉച്ചാടന കർമ്മത്തിൽ വെച്ച് ഏറ്റവും പരീക്ഷിക്കപ്പെട്ട ഒരു കർമ്മമായിരുന്നു മുല്ലപ്പള്ളിക്കാവിലെ യക്ഷി ബന്ധനം. അത് അദ്ദേഹം മരിക്കും വരെ പറഞ്ഞിരുന്നു. അന്ന് ആ കർമ്മം അദ്ദേഹം നടത്തിയത് സ്വന്തം ജീവൻ വെച്ചായിരുന്നു. പരദേവതയുടെ അനുഗ്രഹത്താൽ അന്ന് ദേവീ ചൈതന്യം ആവാഹിച്ച അദ്ദേഹം അവളെ തളച്ചു. അല്ല, ഞാൻ ആരോടായി പറയുന്നത്? എല്ലാം ദിവ്യദൃഷ്ടിയിൽ കാണാൻ കഴിവുള്ള വാകത്താനത്ത് കത്തനാരോട്. എന്നോട് ക്ഷമിക്കുക. വിഷ്ണുദത്തൻ അച്ഛനോട് മാപ്പപേക്ഷിച്ചു. വിഷ്ണുദത്തന്റെ വിനയം അച്ഛന് അദ്ദേഹത്തോടുള്ള ബഹുമാനം പിന്നെയും വർദ്ധിപ്പിച്ചു. അച്ഛൻ പറഞ്ഞു, അവളെ എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് പറഞ്ഞയക്കാൻ താങ്കളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. ആ പ്രേതാത്മാവിന് മോക്ഷം നൽകാൻ അങ്ങനെ സഹായിക്കണം. വാകത്താനത്ത് കത്തനാർ ഇന്ന് നമ്മുടെ അതിഥിയാണ്. അതിഥി ദേവോ ഭവ എന്നാണല്ലോ. അങ്ങയെ സഹായിക്കാൻ കഴിയുക എന്നത് എൻ്റെ ജീവിതത്തിലെ പുണ്യമാണ്. പറഞ്ഞോളൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിഷ്ണുദത്തൻ അച്ഛനോട് ചോദിച്ചു. അങ്ങേക്ക് അറിവുള്ളതാണ്. ദൈവചൈതന്യം ഉണ്ടായിരുന്നപ്പോൾ ദുർമരണപ്പെട്ടവളാണ് ദേവയാനി. അതുകൊണ്ട് തന്നെ അങ്ങയുടെ പിതാവ് അവളെ തളച്ചത് ദേവീ ചൈതന്യം ആവാഹിച്ച് ബന്ധിച്ചതിന് ശേഷമാണ്. ഇന്ന് അവളുടെ വാസസ്ഥലം മുല്ലപ്പള്ളിക്കാവ് ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ അവളെ ബന്ധിച്ച് മോക്ഷം കൊടുക്കണമെങ്കിൽ അത് മുല്ലപ്പള്ളിക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് മാത്രമേ നടക്കൂ. ഒരു ക്രൈസ്തവ പുരോഹിതനായി എനിക്ക് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് അവളെ ബന്ധിച്ച് മോക്ഷം നൽകാൻ സാധിക്കില്ല. ഞാൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ നാളെ അതൊരു പ്രശ്നമായി തീരും. അച്ഛൻ പറഞ്ഞു നിർത്തി. അച്ഛൻ പറഞ്ഞതിലെ പൊരുൾ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും ഈ നാട്ടിൽ കുറച്ച് ശപ്പന്മാരുണ്ട്. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് ഈ മൂഢന്മാർക്ക് അറിയില്ലല്ലോ. മതത്തിൻ്റെ പേരിൽ തമ്മി തല്ലുന്ന മണ്ടന്മാർ. അവരുടെ ചർച്ചകൾ തുടർന്നു. ഈ സമയം കുന്നൽശ്ശേരി തറവാട്ടിൽ. അമ്മേ, കുറച്ച് വെള്ളം തരൂ. നന്ദയുടെ മുറിക്ക് പുറത്ത് നിന്നുകൊണ്ട് ഭദ്രൻ അമ്മയെ വിളിച്ചു. മുറിക്കുള്ളിൽ എല്ലാവരും ക്ഷീണിച്ച് ഉറക്കമായിരുന്നു. ഭദ്രന്റെ വിളി കേട്ടുണർന്ന ശാരദ എല്ലാം മറന്നുകൊണ്ട് ഭദ്രന് വെള്ളമെടുക്കാനായി മുറിക്ക് പുറത്തേക്ക് പതിയെ കാലുകൾ എടുത്തു വെക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് കത്തനാറച്ഛൻ്റെ മുന്നറിയിപ്പ് ശാരദാമ്മയ്ക്ക് ഓർമ്മ വന്നത്. അവർ മുമ്പോട്ട് വെച്ച കാലുകൾ പതിയെ പുറകോട്ട് വലിച്ചു. ഇത് കണ്ടുകൊണ്ട് മുറിക്ക് പുറത്തു നിന്ന് ഭദ്രന്റെ മുഖഭാവം മാറി. ഭദ്രൻ പെട്ടെന്ന് തന്നെ ദേവയാനിയായി മാറി. അവളുടെ അട്ടഹാസം കുന്നശ്ശേരി തറവാട്ടിൽ മുഴങ്ങി. ക്ഷീണിതരായി ഉറങ്ങിയ എല്ലാവരും ഞെട്ടി എഴുന്നേറ്റു. ദേവയാനി ആ മുറിയിലേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ കത്തനാറച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിച്ച ആ മുറിയിലേക്ക് അവൾക്ക് കടക്കാൻ സാധിച്ചില്ല. ഏതോ ഒരു അദൃശ്യ ശക്തി അവളെ ദൂരേക്ക് ചുഴറ്റിയെറിഞ്ഞു. കോപം കൊണ്ട് ജ്വലിച്ചവൾ പിന്നെയും ആ മുറിയിലേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. അവൾ ആ തറവാടിന് നേരെ കൊടുങ്കാറ്റായി വീശി. കുന്നൽശ്ശേരി തറവാട്ടിലെ മേൽക്കൂരയിലെ ഓടുകളെല്ലാം പറന്നുപോയി. ജനാലകളും വാതിലുകളും അടഞ്ഞു തുറന്നു വരുന്നു. അലമാരകൾ താഴേക്ക് പതിച്ചു. പക്ഷേ നന്ദയുടെ മുറിയിൽ ഒന്നും സംഭവിച്ചില്ല. അതിലൊരു പുസ്തകത്താള് പോലും അനക്കാൻ ദേവയാനിക്ക് ആയില്ല. ഈ സമയം മാടശ്ശേരി മനയിലെ ചർച്ചകൾ അവസാനിച്ചിരുന്നു. രാജേന്ദ്ര കൈമളിനെ ദത്തൻ തിരുമേനി ഉള്ളിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹം കൈമളിനോട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. കൈമൾ അദ്ദേഹം, നാളെ ത്രിസന്ധിക്ക് ശേഷം തന്നെ യക്ഷി ബന്ധന പൂജകൾ നടത്തണം. തിരുമേനി നാളെ എന്ന് പറയുമ്പോൾ കൈമൾ ശങ്കിച്ചു നിന്നു. ഇപ്രാവശ്യം കാര്യങ്ങൾ പറഞ്ഞത് കത്തനാരച്ഛനാണ്. കൈമളെ, താങ്കളോട് ഞാൻ പറയാത്ത കുറച്ച് കാര്യമുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. താങ്കളുടെ അമ്മാവൻ വീരഭദ്ര കൈമളിൻ്റെയും മകൻ ഭദ്രൻ്റെയും ജന്മനക്ഷത്രം ഒന്നാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വീരഭദ്രൻ്റെ പുനർജന്മമാണ് ഭദ്രൻ. പക്ഷേ നാളെയാണ് അമാവാസി. അതുകൂടാതെ തന്നെ ഭദ്രന് നാളെ 18 വയസ്സ് തികയാണ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദേവയാനി മരണപ്പെട്ടത് ഇതുപോലൊരു അമാവാസിക്കായിരുന്നു. ഇനിയും നമ്മൾ അമാന്തിച്ച് നിന്നാൽ ചിലപ്പോൾ ഭദ്രന്റെ ജീവൻ നഷ്ടമായേക്കാം. എൻ്റെ കുട്ടി അമ്മാവിൻ്റെ പുനർജന്മമാണെന്നോ? കൈമൾക്ക് അതിശയവും സങ്കടവും ഒരുപോലെ വന്നു. അച്ഛൻ തുടർന്നു. ചില കാര്യങ്ങൾ നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതാണ്. പക്ഷേ വിശ്വസിച്ചേ മതിയാവൂ കൈമളെ. അമാവാസി ദിനമായ നാളെ അവൾ അതിശക്തയായിരിക്കും. ഭദ്രനെ മാത്രമല്ല, കുടുംബത്തിലുള്ള നിങ്ങൾ ഓരോരുത്തരെയും നാളെ അവൾ വധിക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ചുവടുകളും നാളെ കരുതലോടെ ആയിരിക്കണം. നമുക്ക് വേഗം തന്നെ നാട്ടിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ദത്തൻ തിരുമേനി നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ മുല്ലപ്പള്ളിക്കാവിലെത്തി പൂജകൾ തുടങ്ങും.
എല്ലാം നിങ്ങൾ രണ്ടാളും തീരുമാനിക്കുന്നത് പോലെ, കൈമൾ പറഞ്ഞു. വിഷ്ണുദത്തൻ തിരുമേനിയോട് യാത്ര പറഞ്ഞ് അച്ഛനും കൈമളും പുറത്തേക്കിറങ്ങി. കുലദേവതയുടെ അനുഗ്രഹത്താൽ നമ്മുടെ പദ്ധതികൾ നാളെ വിജയം കാണട്ടെ. ഇറങ്ങാൻ നേരം വിഷ്ണുദത്തൻ അച്ഛനോടായി പറഞ്ഞു. കർത്താവ് നമ്മളെ കൈവിടില്ല. നന്മയ്ക്ക് മുൻപിൽ തിന്മ ഒരിക്കലും ജയിച്ച ചരിത്രമില്ല. സർവശക്തൻ നമ്മോട് കൂടെയുണ്ട്. ഇത്രയും പറഞ്ഞതിന് ശേഷം അച്ഛനും കൈമളും യാത്രയായി. കുന്നൽശ്ശേരി തറവാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം നാളത്തെ പൂജകൾ തീരുന്നതുവരെ വീട്ടിലുള്ള ആരും നന്ദയുടെ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയതിനു ശേഷം അച്ഛൻ അവിടെ നിന്നും പോയി. അമാവാസി ദിവസം. പിറ്റേ ദിവസം ത്രിസന്ധ്യ നേരത്ത് ദേവയാനിയെ ഒരുക്കിയ പല പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് വിഷ്ണുദത്തൻ സഹായികൾക്കൊപ്പം മുല്ലപ്പള്ളിക്കാവിൽ എത്തിച്ചേർന്നു. അദ്ദേഹം മുല്ലപ്പള്ളിക്കാവിൽ കാലെടുത്ത് വെക്കാൻ തുടങ്ങിയതും കാവിനു ചുറ്റും അഗ്നിയുടെ വലയം തീർത്ത് അവൾ പ്രതിരോധം സൃഷ്ടിച്ചു. ദത്തൻ വേഗം തന്നെ ആ പ്രതിരോധം ഭേദിച്ച് സഹായികൾക്കൊപ്പം കാവിനുള്ളിലേക്ക് കടന്നു. നമുക്ക് അധികം സമയമില്ല, കാവും പരിസരവും വേഗം വൃത്തിയാക്കൂ, വിഷ്ണുദത്തൻ സഹായികളോട് പറഞ്ഞു. അവർ കാവും പരിസരവും വൃത്തിയാക്കാൻ തുടങ്ങി. ഈ സമയം വിഷ്ണുദത്തൻ പരദേവതയെ മനസ്സിൽ ധ്യാനിച്ച് മുല്ലപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ ശ്രീകോവിൽ തുറന്നു. ആകാശത്ത് മിന്നൽ പിണർ രൂപപ്പെട്ടു. മലകൾ വിണ്ടു. ഭൂമിയിൽ വലിയ ഗർത്തങ്ങളുണ്ടായി. വവ്വാലുകൾ ചിറകടിച്ചു പറന്നു. കൊടുങ്കാറ്റടിച്ച് മരങ്ങൾ കടപുഴകി വീണു. ഭദ്രൻ കലി പൂണ്ട് കുന്നൽശ്ശേരി തറവാട്ടിൽ നിന്നിറങ്ങി മുല്ലപ്പള്ളിക്കാവിലേക്ക് പുറപ്പെട്ടു. പക്ഷേ പടിപ്പുര കടക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തിയ കത്തനാർ ഭദ്രനെ തൻ്റെ ശക്തികൾ കൊണ്ട് താൽക്കാലികമായി ബന്ധിച്ചു. ആ ബന്ധനം ശാശ്വതമല്ല എന്ന് അച്ഛൻ അറിയാമായിരുന്നു. കാരണം മുല്ലപ്പള്ളിക്കാവിൽ ആവാഹന ഹോമം നടത്തുന്നതിന് മുമ്പ് ക്ഷേത്ര ശ്രീകോവിലിൽ ദേവീ ചൈതന്യം പുനരാവാഹിച്ച് പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. ഒരു പ്രേതാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ദേവീ ചൈതന്യം ആവാഹിക്കുക സാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഭദ്രന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ദേവയാനിയുടെ മുല്ലപ്പള്ളിക്കാവിലേക്കുള്ള യാത്ര തടയേണ്ടതുണ്ടായിരുന്നു. മാത്രമല്ല, ദേവീ പ്രതിഷ്ഠയ്ക്ക് ശേഷം മാത്രമേ യക്ഷിബന്ധനത്തിന് പൂജകൾ നടത്താൻ പറ്റുകയുള്ളൂ. ദേവിയുടെ മുമ്പിൽ വെച്ച് ഉഗ്രരൂപിണിയായി അവളെ എന്നേക്കുമായി തളയ്ക്കാൻ അവളെ മുല്ലപ്പള്ളിക്കാവിൽ എത്തിക്കുകയും വേണം. ഇതറിയാവുന്നതുകൊണ്ടാണ് കത്തനാർ അച്ഛൻ അവളെ താൽക്കാലികമായി ബന്ധിച്ചത്. എന്തൊക്കെ സംഭവിച്ചാലും ഈ മുറിക്ക് പുറത്തിറങ്ങരുത്, അച്ഛൻ എല്ലാവരോടുമായി പറഞ്ഞു. എന്നിട്ട് നന്ദയുടെ മുറി പുറത്തു നിന്നും പൂട്ടി. ആ വീടിൻ്റെ വരാന്തയിൽ അച്ഛൻ മുട്ടുകുത്തി നിന്ന് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മുല്ലപ്പള്ളിക്കാവിൽ മന്ത്രക്കളം ഒരുങ്ങി. ദേവീ വിഗ്രഹത്തിൽ ജലാഭിഷേകം നടത്തി. കളഭം ചാർത്തി പട്ടുടുപ്പിച്ച് ശ്രീകോവിലിൽ നിന്നിറങ്ങി വിഷ്ണുദത്തൻ ഗണപതി ഹോമം തുടങ്ങി. വിഘ്നങ്ങളില്ലാതെ പൂജകൾ നടത്താൻ വിഘ്നേശ്വരന്റെ അനുഗ്രഹം അനിവാര്യമായിരുന്നു. കത്തനാരെ, എന്നെ ഈ ബന്ധനത്തിൽ നിന്ന് മുക്തിയാക്ക്, അല്ലെങ്കിൽ നിന്നെ ഞാൻ, ഭദ്രൻ രോഷാകുലനായി പറഞ്ഞു. നിനക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന് കാണട്ടെ. കത്തനാർ ഭദ്രന്റെ വെല്ലുവിളി സ്വീകരിച്ചു. പെട്ടെന്ന് തന്നെ ഭദ്രന്റെ രൂപം ദേവയാനിയായി പരിവർത്തനപ്പെട്ടു. അവൾ നിഷ്പ്രയാസം ആ ബന്ധനം ഭേദിച്ചു. അവളുടെ ഘോരമായ അട്ടഹാസം ദേവർതുരത്ത് ഗ്രാമത്തെ ഇളക്കിമറിച്ചു. അവൾ തൻ്റെ ശരീരം ആകാശമുട്ടെ വലുതാക്കി. അവളുടെ നീല കണ്ണുകൾ ചോര ചുവപ്പായി. കണ്ണുകളിൽ നിന്നും രക്തം ധാരധാരയായി താഴേക്കൊഴുകി. ഈ സമയം ദത്തൻ തിരുമേനി ദേവീ പ്രതിഷ്ഠ ചടങ്ങിലേക്ക് കടന്നിരുന്നു. പരികർമ്മികൾ ശ്രീകോവിലിന് ചുറ്റും ദീപങ്ങൾ തെളിയിച്ചു. ദത്തൻ പ്രതിഷ്ഠാ കർമ്മങ്ങൾ തുടങ്ങി. മുല്ലപ്പള്ളിക്കാവിൽ ആരംഭിച്ച പൂജകൾ ദേവയാനി തൻ്റെ മനക്കണ്ണിൽ കണ്ടു. അവൾ പൂജകൾ മുടക്കാനായി അവിടേക്ക് പുറപ്പെടാൻ തുടങ്ങി. ഈ സമയം കത്തനാർ വീണ്ടും അവളുടെ യാത്രയ്ക്ക് ഭംഗം സൃഷ്ടിച്ചു. കോപം കൊണ്ട് ജ്വലിച്ചവൾ വൃക്ഷങ്ങൾ പിഴുത് അച്ഛനെ നേരെ എറിഞ്ഞു. തൻ്റെ കയ്യിലിരിക്കുന്ന കുരിശുരൂപം കൊണ്ട് അച്ഛൻ അവയെ നിഷ്പ്രയാസം നേരിട്ടു. കുന്നൽശ്ശേരി തറവാടും പുരയിടവും അഗ്നിക്കിരയാക്കിക്കൊണ്ട് അവൾ അച്ഛനെ നേരിട്ടു. മിണ്ടാപ്രാണികൾ പ്രാണഭയം കൊണ്ട് ബഹളം വെച്ചു കരഞ്ഞു. വീടിന് ചുറ്റും തീ പിടിക്കുന്നത് കണ്ട് കയമളും ശാരദാമ്മയും മറ്റുള്ളവരും ദൈവത്തെ വിളിച്ചു പ്രാണന് വേണ്ടി കരഞ്ഞു. അച്ഛൻ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആകാശത്തു നിന്നുണ്ടായ ശക്തമായ മഴയിൽ തീ അണഞ്ഞു. അവളുടെ കോപം നിർവചിക്കാൻ കഴിയുന്നതിനും അപ്പുറമായി. ഈ സമയം ദേവീ ചൈതന്യം ശ്രീകോവിലിൽ ആവാഹിച്ച് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു. ഇത് തൻ്റെ ദീർഘദൃഷ്ടി കൊണ്ട് കണ്ട കത്തനാരച്ഛൻ ദേവയാനിയെ ശക്തമായി ബന്ധിച്ചു. ആ മഹാമാന്ത്രികന്റെ ആ ബന്ധനം തകർക്കാൻ ദേവയാനിക്കായില്ല. ആകാശത്തിലേക്ക് ഉയർന്ന ആ മഹാമാന്ത്രികൻ തൻ്റെ ശക്തിയാൽ അവളെ മുല്ലപ്പള്ളിക്കാവിലേക്ക് ആകാശമാർഗം തന്നെ കൊണ്ടുപോയി. തങ്ങളുടെ കൺമുൻപിൽ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് കുന്നൽശ്ശേരി തറവാട്ടിലെ എല്ലാവരും ഞെട്ടി. തൻ്റെ മന്ത്രശക്തി കൊണ്ട് കത്തനാർ അച്ഛൻ അവളെ മുല്ലപ്പള്ളിക്കാവിൽ വിഷ്ണുദത്തന് ഒരുക്കിയ മന്ത്രകളത്തിലെത്തിച്ചു. വിഷ്ണുദത്തൻ്റെ എല്ലാ കർമ്മങ്ങളും വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ പുരോഹിതൻ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് കാത്തുനിന്നു. അമാവാസിയുടെ 4-ാം യാമത്തിന് കുറച്ചു നിമിഷം കൂടി ബാക്കിയുണ്ടായിരുന്നുള്ളൂ.
പണ്ട് ദേവയാനി ദുർമരണപ്പെട്ട ആ നിമിഷത്തിലേക്ക് എത്തിയാൽ അവളുടെ ശക്തി 10,000 മടങ്ങ് ഇരട്ടിയാകും. അത് ചിലപ്പോൾ ഭദ്രന്റെ മാത്രമല്ല, തങ്ങളുടെയും ജീവൻ നഷ്ടപ്പെടുത്തിയേക്കാം എന്ന് മനസ്സിലാക്കിയ ദത്തൻ യക്ഷി ഉച്ചാടന കർമ്മത്തിലേക്ക് വേഗം കടന്നു. നിനക്കെന്നെ ബന്ധിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ വിഷ്ണുദത്ത? ദേവയാനി രൂക്ഷകോപത്തോടെ ചോദിച്ചു. ദേവയാനി, ഭദ്രന്റെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഈ ലോകം വിട്ട് നീ പോകൂ. ഇതൊരു പ്രേതാത്മാവായ നിന്റെ ലോകമല്ല, ഇത് ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച ലോകം. വിഷ്ണുദത്ത, ഇതൊരിക്കൽ എന്റെയും ലോകമായിരുന്നു. സന്തോഷകരമായി എൻ്റെ ജീവിതത്തിൽ മരണത്തിന്റെ കരുനിഴൽ വീഴ്ത്തിയത് വീരഭദ്രനായിരുന്നു. അന്നേ ഞാൻ ശപഥം ചെയ്തതാണ് വീരഭദ്രന്റെ തറവാട്ടിലെ ഒരു ജീവനും ബാക്കി വെക്കില്ലെന്ന്. പക്ഷെ നിന്റെ പിതാവായിട്ട് എന്നെ തടഞ്ഞു. ഒരിക്കൽ ഞാൻ അവസാനിപ്പിച്ച വീരഭദ്രൻ പുനർജന്മം എടുത്ത് എൻ്റെ കൈയാൽ മരണപ്പെടാൻ ഇതാ വീണ്ടും എത്തിയിരിക്കുന്നു. ഇല്ല, ഞാൻ പോകില്ല. ഇവന്റെ കുലം ഞാൻ മുടിക്കും. ദേവയാനിയുടെ അട്ടഹാസം മുല്ലപ്പള്ളിക്കാവിലും പരിസരത്തും മുഴങ്ങിക്കേട്ടു. ദേവയാനി, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങളിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ അതിന്റെ കാരണക്കാരെ നീ ദണ്ഡിച്ചതാണല്ലോ. മാത്രവുമല്ല, നിന്റെ പ്രതികാരം കാരണം വേറെയും ഒത്തിരി ജീവൻ നഷ്ടമായി ആ തറവാട്ടിൽ. അതിനുശേഷമാണ് എൻ്റെ പിതാശ്രീ നിന്നെ ബന്ധിച്ചത്. ഇനി നിർത്തൂ. ആ തറവാട്ടിലെ ബാക്കി മനുഷ്യജീവനുകൾക്ക് ജീവിക്കാനുള്ള അവസരം നൽകൂ. ദത്തൻ ദേവയാനോട് അപേക്ഷിച്ചു. ആ തറവാട്ടിലെ അവസാന ജീവനും എൻ്റെ കയ്യിൽ കിടന്ന് പിടയുന്നതുവരെ എൻ്റെ പ്രതികാരം അവസാനിക്കുന്നില്ല ദത്ത, അവൾ ആക്രോശിച്ചു. ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ദത്തൻ യക്ഷിനാശന കർമ്മത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് കടന്നു. കർമ്മത്തിലെ ആദ്യ ഭാഗം ദേവയാനിയെ ഭദ്രന്റെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുക എന്നതായിരുന്നു. കത്തനാരചനാൽ ബന്ധിതയായി തന്റെ മുമ്പിലിരിക്കുന്ന ദേവയാനിയിൽ ശക്തമായ മാന്ത്രിക കർമ്മങ്ങളുടെ സഹായത്താൽ വിഷ്ണുദത്തൻ ഭദ്രന്റെ ശരീരത്തെ ദേവയാനിയിൽ നിന്ന് അകറ്റി. അടുത്തത് അവളുടെ ആത്മാവിനെ മുല്ലപ്പള്ളിക്കാവ് ദേവിയുടെ ചൈതന്യത്തിന്റെ ഒരു ഭാഗം കൊണ്ട് ബന്ധിക്കുക എന്നതായിരുന്നു. അങ്ങനെ ബന്ധിക്കുമ്പോൾ അവളുടെ ശക്തി ദേവീ ശക്തിക്ക് മുമ്പിൽ നിഷ്ക്രിയമായി തീരും. അമാവാസിയുടെ 4-ാം യാമം അടുത്തെത്തിയിരുന്നു. ദേവയാനിയുടെ ശക്തി വർദ്ധിക്കാൻ തുടങ്ങി. കത്തനാരുടെ ബന്ധനം അവൾ പൊട്ടിച്ചെറിഞ്ഞു. ദത്തന്റെ പരികർമ്മികളെ അവൾ ആക്രമിച്ചു. ദത്തൻ യക്ഷിബന്ധന മന്ത്രം കൊണ്ട് അവളെ പിന്നെയും ബന്ധിച്ചു. ദത്തൻ തന്റെ പൂജകൾ തുടർന്നു. അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉയർന്നു വരുന്ന അഗ്നിയെ സാക്ഷിയാക്കി വിഷ്ണുദത്തൻ ആവാഹന മന്ത്രം ഉരുവിട്ടു. കർമ്മം അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്താൻ തുടങ്ങിയ നിമിഷം അത് സംഭവിച്ചു. അമാവാസിയുടെ 4-ാം യാമം. ചെന്നായ്ക്കളുടെ ഒരിയിടൽ അതിശക്തമായി തന്നെ അവിടെ മുഴങ്ങി. വിഷ്ണുദത്തന്റെ ബന്ധനത്തിൽ നിന്നും അവൾ മോചിതയായി. മന്ത്രക്കളം അവൾ നശിപ്പിച്ചു. പൂജകൾ മുടങ്ങി. ദത്തൻ അവളെ ബന്ധിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവന്റെ കർമ്മങ്ങൾ വിഫലമായി. അവൾ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ദത്തനെ പ്രഹരിച്ചു. തന്റെ ഉഗ്രരൂപത്തിൽ മുല്ലപ്പള്ളിക്കാവ് ശ്രീകോവിലിന് മുന്നിൽ അവൾ ഉറഞ്ഞാടി. തന്നെ തളയ്ക്കാൻ ശ്രമിച്ചതിന് ദത്തനെ അവൾ പിന്നെയും പിന്നെയും ശിക്ഷിച്ചു. അവളെ നഖക്ഷതങ്ങളേറ്റ് ദത്തന്റെ രക്തം ശ്രീകോവിലിന് മുമ്പിൽ വീണു. കണ്ടോളൂ ദത്ത, നീ രക്ഷിക്കാൻ ശ്രമിച്ച ഭദ്രന്റെ ജീവൻ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പണ്ട് എങ്ങനെ വീരഭദ്രൻ മരിച്ചുവോ അതുപോലെ തന്നെയായിരിക്കും ഇവന്റെയും അന്ത്യം. ദേവയാനി ബോധരഹിതനായി കിടക്കുന്ന ഭദ്രനെ തന്റെ മടിയിലിരുത്തി കൊല്ലാൻ തുനിഞ്ഞതും ഒരു പ്രത്യേക ജ്യോതിപ്രകാശം ശ്രീകോവിലിൽ നിന്ന് പ്രവഹിച്ചു. ക്ഷേത്രമണികൾ നിർത്താതെ മുഴങ്ങി. ആ ദിവ്യപ്രകാശത്തിന്റെ ശക്തിയാൽ ക്ഷേത്ര ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് ദേവയാനി ദൂരേക്ക് എറിയപ്പെട്ടു. അമ്മേ, ദേവി, മഹാമായേ എന്ന് പറഞ്ഞുകൊണ്ട് ദത്തൻ ശ്രീകോവിലിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു കിടന്നു. സമാഹാര രൂപിണിയായ ഭദ്രകാളി രൂപത്തിൽ മുല്ലപ്പള്ളിക്കാവിൽ അമ്മ അവതരിച്ചു. തന്റെ ശ്രീകോവിൽ രക്തത്താൽ കളങ്കിതമായതിനാൽ കുപിതയായ ദേവിയുടെ സംഹാര രൂപം ദർശിച്ച ദേവയാനി ഭയന്നു വിറച്ചു. അവിടെ നിന്ന് ഭയന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ദേവയാനിയുടെ ശിരസ് ദേവി തന്റെ ത്രിശൂലം കൊണ്ട് അടർത്തി മാറ്റി. അങ്ങനെ യക്ഷി നിഗ്രഹം നിർവഹിച്ചതിനു ശേഷം ഭദ്രകാളി ശ്രീകോവിലിലെ വിഗ്രഹത്തിൽ ലയിച്ചു. ഇത്രയും സമയം ഉറഞ്ഞു തുള്ളിയ പ്രകൃതി ശാന്തമായി. എല്ലാം കണ്ടുകൊണ്ട് പുറത്തുനിന്ന് കത്തനാർ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി മഹാനായ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഒരു പുതുജീവിതത്തിന്റെ നാളേക്കായി ഭദ്രൻ പതിയെ കണ്ണുകൾ തുറന്നു. ഈ സമയം തന്നെ കുന്നൽശ്ശേരി തറവാട്ടിൽ ശ്രീനന്ദയും തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു.